നമസ്കാരം. സ്വർണം കാലത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള മഞ്ഞലോഹത്തോട് മനുഷ്യൻ എക്കാലവും അടങ്ങാത്ത ഭ്രമമാണ്. സമ്പദ് സമൃദ്ധിയുടെ പ്രതീകമായ സ്വർണം കേരളത്തിൽ ഇന്ന് വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവാണ്. സ്വർണം കടത്തുന്നവർ, കടത്ത് സ്വർണം കവർച്ച ചെയ്യുന്നവർ, അതിൽ നിന്ന് പങ്കുപറ്റുന്ന ഉദ്യോഗസ്ഥർ, അവരെ സംരക്ഷിക്കുന്ന അധികാരികൾ എന്നിങ്ങനെ പോകുന്നു സങ്കീർണമായ ആ ശൃംഖല. എപ്പോഴും ഇടനിലക്കാർ മാത്രം പിടിയിലാകുന്ന സ്വർണ്ണക്കടത്തിൽ രണ്ടറ്റങ്ങളിലും ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാറില്ല. പൊന്നുരുക്കുന്ന വഴികളിലൂടെ 24-ന്റെ അന്വേഷണം. സൺഡേ സ്പെഷ്യൽ സ്വർണ്ണക്കടത്തിന്റെ പിന്നാമ്പുറങ്ങൾ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നത് അമാന ഗ്രൂപ്പിന് വേണ്ടിയെന്ന് സ്വർണ്ണക്കടത്ത് സംഘാംഗം ചരൽ ഫൈസൽ 24-നോട് പറഞ്ഞു. 5 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ രാമനാട്ടുകര അപകടത്തിന് പിന്നിൽ അമാന ഗ്രൂപ്പാണ്. മരിച്ചവരുടെ കുടുംബങ്ങളെ അമാന ഗ്രൂപ്പ് തിരിഞ്ഞു നോക്കിയില്ല. രാമനാട്ടുകര അപകടത്തിൽ പുനരന്വേഷണം വേണമെന്നും ചരൽ ഫൈസൽ ആവശ്യപ്പെട്ടു. ഒരു ദിവസം 10 കാരിയേഴ്സ് രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിലൂടെ അമാന ഗ്രൂപ്പിനായി സ്വർണം കടത്തുന്നുണ്ടെന്നും ചരൽ ഫൈസൽ പറഞ്ഞു. ചരൽ ഫൈസലിന്റെ വെളിപ്പെടുത്തലിലേക്ക്. കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് വ്യാപകമാണ്. അതിൽ കരിപ്പൂർ വഴി ഉള്ള സ്വർണ്ണക്കടത്ത്, അതിൻ്റെ ക്വാണ്ടിറ്റി, അത് വിവിധ ഏജൻസികൾ, കസ്റ്റംസും അതുപോലെ പോലീസ് അടക്കമുള്ള ഏജൻസികൾ പറയുന്നത് ക്വാണ്ടിറ്റി കൂടുതൽ കരിപ്പൂർ വഴിയുള്ള കടത്തിൽ നിന്നാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ സ്വർണ്ണക്കടത്ത് കടത്തുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ കടത്തിലെ കണ്ണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരൽ ഫൈസൽ 24-നൊപ്പമുണ്ട്. കഴിഞ്ഞ 5 വർഷം, ഞാൻ മനസ്സിലാക്കുന്ന 5 വർഷം ഇതിന്റെ ഭാഗമായിരുന്നു നിങ്ങൾ? അതെ. ഏകദേശം 5 വർഷക്കാലത്തോളം ഈ അമാന ഗ്രൂപ്പിന്റെ ഒന്നിച്ചാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. ആ സ്വർണം കടത്തിയിരുന്ന അമാന ഗ്രൂപ്പ് ആയിരുന്നു അത്. അവരാണ് ചെയ്യുന്നത്. നമുക്ക് സെക്യൂരിറ്റി ജോലിയാണ്. അവർ പറയും നമുക്ക് സെക്യൂരിറ്റി, എയർപോർട്ടിൽ വരുന്ന അവരുടെ സ്വർണം എന്ന് പറയപ്പെടുന്നുണ്ട് അവർ. ആ സ്വർണത്തിന് നമ്മൾ സെക്യൂരിറ്റിയാണ് പോവാറ്. കരിയർമാരെ എടുത്ത് നമ്മൾ അവിടുന്ന് വേറൊരു ടീമാണ് പിക്ക് ചെയ്യാനുള്ളത്. അവരത് പിക്ക് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കും. നമുക്ക് വണ്ടികളാണ് അവർ കാണിച്ചു തരിക. പിന്നെ മുബഷീർ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അവൻ ത്രൂ ആണ് ഇത് കണക്റ്റ് ആവുക. അവൻ ഈ വണ്ടി കാണിച്ച് നമ്മൾ ഈ വണ്ടിക്ക് അകമ്പടി വാഹനമായി പോയി ഇത് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിത് എത്തിക്കും. ഈ സ്വർണ്ണം എവിടേക്കാണ് പോകുന്നത്? ഇത് കൊടുവള്ളിയിലേക്കാണ് പോകുന്നത്. ഈ അമാനക്കാരുടെ വീടുകളിലേക്കാണ് ഇത് പോകുന്നത്. അതായത് നമ്മുടെ ഈ അമാന ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഇക്ബാൽ അമാന, അതേപോലെ തന്നെ റഫീഖ്. സുരക്ഷിതമായി അവിടെ എത്തിക്കുന്നതിന് നിങ്ങൾക്ക് എത്ര പ്രതിഫലം കിട്ടും? നമുക്ക് ഒരു പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്ത് 20,000 രൂപ. ഫൈസൽ എത്ര കാലം ഇതിന്റെ ഭാഗമായിരുന്നു? ഞാനിപ്പോൾ 5 വർഷത്തോളം കാലമായി ഇതിന്റെ ഈ സ്വർണവുമായി സ്വർണ്ണമല്ല, നമ്മൾ സെക്യൂരിറ്റി സംബന്ധിച്ച് നടക്കുന്നു. രാമനാട്ടുകര അപകടത്തിന്റെ പിന്നിൽ അമാന ഗ്രൂപ്പാണെന്നും 5 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം അമാന ഗ്രൂപ്പാണെന്നും ഫൈസൽ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സാറേ, അവർ വിളിച്ചല്ലേ സാറേ നമ്മൾ അവിടെ പോയത്. അവർക്ക് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ട്. ഇത് സാറേ ഞാൻ വീണ്ടും പറയാണ്, നമുക്കിത് പറയാനുള്ള കാരണം തന്നെ ഇത് ഒരു കാര്യത്തിന് ഇവർ വരിക, അല്ലെങ്കിൽ ഈ കേസിന്റെ കുറ്റപത്രം എന്തായി മോനെ, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആളുകളുടെ സ്ഥിതി എന്താ മോനെ, ഇതൊക്കെ ചോദിച്ചു ഇവർ വരണ്ടേ? സ്വാഭാവികമല്ലേ? അവരന്ന് പറഞ്ഞൊരു വളരെ വ്യക്തമായിട്ട് മുബഷീർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ അമാന ഗ്രൂപ്പ് നമ്മളോട് വളരെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുബഷീറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ നമുക്കത് കേൾപ്പിച്ചു തന്നിരുന്നു, ഫോൺ വഴിയൊക്കെ കേൾപ്പിച്ചു തന്നിരുന്നു. അതായത് മോനെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും, നിങ്ങൾ ഇനി കേസ് പെട്ടാലും, നിങ്ങൾ എന്ത് സംഭവിച്ചാലും നമ്മളുണ്ടാവും, അമാന ഉണ്ടാവും, ഈ റഫീഖ് ഉണ്ടാവും, ഈ ഇക്ബാൽ ഉണ്ടാവും, മുബഷീർ ഉണ്ടാവും എന്നൊക്കെ അന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമാനയുമായി ഇപ്പോൾ പിരിയാൻ കാരണം ഈ നമ്മുടെ 2021 നമ്മുടെ കേസ് കഴിഞ്ഞു. 3.5 കൊല്ലമായി. ഈ 3.5 കൊല്ലം നമ്മുടെ ഈ മരണപ്പെട്ടു പോയില്ല എൻ്റെ സുഹൃത്തുക്കൾ 5 പേരും മരിച്ചു. ഇവർക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്. ആ കേസ് കഴിഞ്ഞ് നമ്മൾ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ നാട്ടിലേക്കൊക്കെ വരൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ 3 വർഷക്കാലത്തോളം ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന്. സാമ്പത്തികമായിട്ടോ വേറെ എന്തെങ്കിലും രീതിയിലോ. ആ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിൽ, വളരെ കടങ്ങളും അതായത് ഇങ്ങനെ തന്നെ പറയാം, ഒരു നേരത്തെ അതായത് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ സ്വന്തം വീടുകളിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ അവർക്ക് ഇപ്പം നിലവിലുണ്ട്. ഇപ്പം മുബഷീറും ഇല്ല, ഈ അമാനയില്ല, റഫീഖും ഇല്ല, ഇക്ബാലും ഇല്ല, ആരുമില്ല. ആ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ FIR-ൽ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ പരാമർശമുണ്ടോ? സാറേ, ഈ കുറ്റപത്രം 3.5 വർഷമായിട്ടും പോലീസ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ പോലീസ് എന്തുകൊണ്ടാണ് ഈ കുറ്റപത്രം ചാർജ് ചെയ്യാത്തത്? അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പോലീസ് സമർപ്പിച്ചിട്ടില്ല. 2022 തൊട്ട് ഇവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ, അതായത് ഈ GCC ഉൾപ്പെടെ മലേഷ്യയിൽ, ബർമ്മയിൽ, എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് സ്മഗ്ലിംഗ് ഉണ്ട്. അത് നമുക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ മുബി ത്രൂ.
അത് ആദ്യ സമയങ്ങളിലൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അമാന ഗ്രൂപ്പാണ്, നമ്മൾ അമാനയുടെ ആളുകളാണ്. ഈ അമാന ഗ്രൂപ്പിനായി മാസം എത്ര കാരിയേഴ്സ്, നമ്മളൊരു കണക്കനുസരിച്ച് എത്ര കാരിയേഴ്സ് സ്വർണം കൊണ്ടുവരാറുണ്ട്? സാറേ, മുബഷിർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു ദിവസം 10 പാസഞ്ചേഴ്സ്, അതായത് ഇന്ത്യയുടെ പല എയർപോർട്ടുകളിലായിട്ടും ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ പല എയർപോർട്ട് 10 അല്ല, അതിൽ കൂടുതൽ ഉണ്ടായേക്കാം. മുബഷിർ പറഞ്ഞ അടിസ്ഥാനത്തിൽ 10 അല്ല, അതിൽ കൂടുതൽ ഉണ്ടായേക്കാം. ഇത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടും പല എയർപോർട്ടുകളിലായിട്ടും ഈ കാലിക്കറ്റ് എന്നല്ല ഇറങ്ങുന്നുണ്ട്. അതായത് ഈ കേസ് കഴിഞ്ഞ പിന്നെ ഇറങ്ങുന്നുണ്ട്. അത്തരത്തിൽ ചരൽ ഫൈസലാണ് 24-നോട് വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഷൈജു ചാവശ്ശേരിക്കും സതീഷിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ചരൽ ഫൈസൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഫൈസൽ, ഈ രാമനാട്ടുകര അപകടം എന്നുള്ളത് തുടക്കത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അതൊരു വാഹനാപകടം എന്ന തരത്തിലേക്കാണ് ആദ്യം അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാവരും അത് അങ്ങനെ ഒരു അപകടം നടന്നു എന്നതാണ്. അതിൽ 5 പേരാണ് മരിച്ചതന്ന്. പക്ഷെ പിന്നീടാണ് വളരെ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇതൊരു സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ചേസിങ്ങും അങ്ങനെ ചില കടത്ത് സംഘങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള ഒരു കുടിപ്പകയുടെ ഭാഗമായി നടന്നതാണ് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ അതിൽ താങ്കളുടേതായി താങ്കൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അമാന ഗ്രൂപ്പിൽ ഇതിലുള്ള പങ്ക് എന്താണ് എന്നത്, കരിപ്പൂർ വിമാനത്താവളം വഴി അമാന ഗ്രൂപ്പിന് വേണ്ടി സ്വർണ്ണക്കടത്ത് നടത്താറുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, താങ്കൾ അതിലെ സംഘാംഗം ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ ഈ വിഷയത്തിൽ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ പറയുന്ന ചില പുതിയ കാര്യങ്ങളുണ്ടല്ലോ, അതെന്താണ് ഫൈസൽ? അത് നമ്മുടെ ഈ 2021 ഈ രാമനാട്ടുകര കേസ് കഴിഞ്ഞ പിന്നെ ഇന്നേക്ക് 3.5 വർഷക്കാലത്തോളമായി. ഇത് സംശയിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് എന്തുകൊണ്ട് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, ഒന്ന്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് അഭ്യൂഹങ്ങൾ കുറേ ആളുകൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം നമുക്ക് എന്താണെന്ന് ഇത് ചാനൽ ഈ 24-നോടും മാതൃഭൂമിയോടൊക്കെ പറയണം എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ വന്ന് പറയണമെന്ന് നമ്മുടെ കൂട്ടമായിട്ടുള്ള എടുത്തുള്ളൊരു തീരുമാനം. നമ്മുടെ ഈ കേസിലെ എല്ലാ പ്രതികളും, അതേ കൊടുവള്ളിയിലുള്ള പ്രതികളും നമ്മുടെ നാട്ടിലുള്ള പ്രതികളും എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണിത്. എല്ലാവരും കൂടി അതിൽ എല്ലാവരോടൊന്നും അറിയിച്ചിട്ടില്ല, കൂട്ടത്തിൽ കുറച്ച് ആളുകളോട്. അപ്പോൾ അവരെടുത്ത തീരുമാനമാണിത്. സംശയം എന്തെന്ന് വെച്ചാൽ ഈ അപകടം എങ്ങനെ നടന്നു എന്നാണ്. അതായത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാമനാട്ടുകര ഇങ്ങനെ ഒരു അപകടം നടന്നു, ഒരു പുലർച്ചെ 4:30 സമയത്ത് അപകടം നടന്നു, 5 പേരും മരണപ്പെടുന്നു. ഈ 5 പേരും മരിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് അപകടങ്ങൾ സ്ഥിരം നടക്കാറുണ്ട്. അത് നമുക്ക് അതിൻ്റെ വഴിക്ക് പോകാറുണ്ട്. പക്ഷെ ഇതൊരു ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ അത് ആളുകളിലേക്കുള്ള ചിന്ത അത് വളരെ കൂടുതലാണ്. അതായത് ഇതെങ്ങനെ മരണപ്പെട്ടു, 5 പേരും സ്പോട്ട് ഡെത്ത് എങ്ങനെ സംഭവിച്ചു, അതായത് പോലീസ് അതിൽ എത്ര കണ്ട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കേസിൻ്റെ അന്വേഷണ ഘട്ടം ഏതുവരെ എത്തി, ആ കേസ് പുനരാരംഭിക്കണം എന്നാണ് ഇപ്പോൾ എൻ്റെയും താല്പര്യം, ഈ മരിച്ചു പോയിട്ടുള്ള എൻ്റെ കൂട്ടുകാരുടെയുള്ള വീടുകളിലേക്കുള്ള ആളുകളുടെ താല്പര്യം. അപ്പോൾ സംശയങ്ങളാണ് നമുക്ക്. അതായത് ഈ മരണം എങ്ങനെ സംഭവിച്ചു, ഇവരെങ്ങനെ മരിച്ചു, നമ്മൾ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ സംഭവം കേട്ടറിഞ്ഞ ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞപ്പോഴാണ് നമ്മളൊരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ നമുക്കിത് അന്വേഷിക്കണം, ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ആ ഒരു സംശയമാണ് നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത്. സാധാരണഗതിയിൽ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളന്ന് അറിയാത്ത ആളുകൾ, അതായത് ആ എയർപോർട്ട് പരിസരത്തുണ്ടായിരുന്നു. അതായത് ഈ കേസ് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ പോലും അറിയാത്ത വണ്ടികൾ ഈ ചേസിങ് നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആ വണ്ടികൾ, അതായത് അത് എങ്ങനെയാണ് നടന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താ. സ്വാഭാവികമായിട്ടും ഞങ്ങളവിടെ വന്ന സമയത്ത് ഒരു ലോറിയാണ് അവിടെ നിന്നിരുന്നത്. പക്ഷേ ആ ലോറിക്ക് അങ്ങനെ പരിക്കുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ അതിനൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ലോറിക്ക് നിസ്സാരമായിട്ടുള്ള ഒരു പരിക്ക്, അതായത് ആ റൈറ്റ് സൈഡിലെ ചില്ല് മാത്രം, അതായത് ആ ഫ്രണ്ടേജിൻ്റെ സൈഡിൽ മാത്രം ചെറിയൊരു പരിക്ക്. ഈ വാഹനം വളരെ, അതായത് ദയനീയപരമായിട്ടുള്ള അവസ്ഥയിലിരുന്നു വാഹനത്തിൻ്റെ പരിക്ക്. വാഹനം മൊത്തം പൊളിഞ്ഞ രീതിയിൽ. പിന്നെ 5 പേരുടെ മൃതദേഹങ്ങൾ, മെയിനായിട്ടുള്ള കാരണം ഞാൻ ഇപ്പോഴും കണ്ട വ്യക്തിയാണ്, നേരിട്ട് കണ്ട ആളാണ്. ആ മരണ സംഭവ സ്ഥലത്ത് ഫൈസൽ, എന്റെ സംശയം, ഇപ്പൊ അന്ന് ഈ സ്വർണം അന്ന് കൊണ്ടുവന്നത് ഷെഫീഖ് എന്നൊരാളാണ്. അദ്ദേഹം സ്വർണം കൊണ്ടുവന്നു, പക്ഷേ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പിടികൂടുകയാണ് അദ്ദേഹത്തെ. അങ്ങനെ ഈ സ്വർണം പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകാൻ അന്ന് എനിക്ക് തോന്നുന്നത് കൊടുവള്ളി സംഘമാണ്, ഈ സംഘം ആണ് അവിടെ കാത്തു നിന്നിരുന്നത്, ഷെഫീഖിനെ കാത്തു നിന്നിരുന്നത്. പക്ഷേ ഈ സ്വർണം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള വിവരം അത് മറ്റൊരു സംഘം അറിയുന്നു, കണ്ണൂർ സംഘം. ഇങ്ങനെ കുറേ സംഘങ്ങളുണ്ടല്ലോ. കണ്ണൂർ സംഘം ഇത് അറിയുന്നു. അതൊരു പക്ഷേ ഷെഫീഖ് തന്നെ ചോർത്തിക്കൊടുത്തതാണോ എന്നൊക്കെയുള്ള സംശയം.
അപ്പൊ ചെർപ്പുളശ്ശേരി സംഘം, എനിക്ക് തോന്നുന്നു താങ്കൾ ഈ ചെർപ്പുളശ്ശേരി സംഘത്തിന്റെ ഭാഗമാണോ താങ്കൾ? അതെ 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 മാഡം, ഈ സ്വാഭാവികമായിട്ടും ഈ കണ്ണൂരുള്ള സംഘം എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഈ അർജുനായങ്കി എന്ന് പറയുന്ന വ്യക്തി ഞാനൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അതായത് കുറെ കാലമായി, നമുക്ക് ഇങ്ങനെ പശ്ചാത്തലമുള്ളതൊക്കെ കുറെ കാലമായി. അപ്പം നമുക്കറിയാം ഈ അർജുനായങ്കി എന്ന് പറയുന്ന വ്യക്തി, അതായത് അവനിലേക്കൊക്കെ ഈ അന്വേഷണം പോകേണ്ട, അവനെ അന്വേഷിക്കണം പോലീസ്, അവൻ അതോടെ വന്നിട്ടുണ്ട്, കാരണമുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ അമാന അതായത് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് അമാന എന്ന് പറയുന്ന ഗ്രൂപ്പ് അവരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഉദ്ദേശം വേറെ ഒന്നായേക്കാം. കണ്ണൂർ സംഘം അവിടെ എങ്ങനെയാണ് എത്തിയത് ഫൈസൽ? കണ്ണൂർ സംഘം അല്ലല്ലോ, ഈ കൊടുവള്ളി സംഘത്തിനാണ് ഇത് കാരിയറായി അന്ന് ഈ സ്വർണം അവിടെ എത്തുമെന്നുള്ള വിവരം ഉണ്ടായിരുന്നത്. പക്ഷെ കണ്ണൂർ സംഘം എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? അത് ഈ ഷെഫീക്ക് തന്നെ ചോർത്തി കൊടുത്തതാണോ? കണ്ണൂർ സംഘം പിന്നീട് അവിടെ മടങ്ങാനുള്ള കാരണം ഷെഫീക്ക് പിടിയിലായി എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അപ്പോൾ ഈ ചെർപ്പുളശ്ശേരി സംഘം അവിടെ എത്തിയത് എന്തിനാണ്? സുരക്ഷ കൊടുക്കാനാണ് എന്ന് താങ്കൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതായിരുന്നു താങ്കളുടെയൊക്കെ ദൗത്യം എന്നുള്ളത്. അപ്പോൾ കൊടുവള്ളി സംഘത്തിന് സുരക്ഷ കൊടുക്കാൻ വേണ്ടിയാണോ നിങ്ങളുടെ സംഘം എത്തിയത്? ഇങ്ങനെ ഇതിൽ കുറച്ച് ആശയക്കുഴപ്പങ്ങളുണ്ട്, അതൊന്ന് ദൂരീകരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഈ അർജുനായങ്കി എന്ന് പറയുന്ന വ്യക്തി വന്നത് നമുക്കറിയില്ല. അത് കൊടുവള്ളി അമാന ഗ്രൂപ്പിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. ആ സ്വർണം അവിടെ പിടിച്ചു എന്നുള്ളത് ചിലപ്പോൾ അർജുനായങ്കി എന്ന് പറയുന്ന വ്യക്തിക്ക് അത് ഇൻഫോർമേഷൻ ആ മുഹമ്മദ് ഷെഫീഖ് എന്ന് പറയുന്ന ആള് പാസ് ചെയ്തിട്ടുണ്ടായേക്കാം. പിന്നെ അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു, നല്ല ക്രൗഡായിരുന്നു, ഒരുപാട് ടീമുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അർജുനായങ്കി പിന്മാറി. അന്ന് ആ സംഭവം ഇങ്ങനെയാണ് കേട്ടത്. ഈ അർജുനായങ്കി എന്ന് പറയപ്പെട്ട വ്യക്തിയെ കാലിക്കറ്റ് എയർപോർട്ട് തൊട്ട് രാമനാട്ടുര സിഗ്നൽ വരെ അതായത് ഓടിച്ചു കളയാണ് ചെയ്തത്. ഈ അർജുനായങ്കി പോയ ശേഷമാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. അതായത് ആ അർജുനായങ്കിയുടെ വണ്ടിക്കിട്ട് ചേസ് ചെയ്തു. അതായത് 10ഓളം വണ്ടികളാണ് ചേസ് ചെയ്തത് ഈ അർജുനായങ്കിക്ക് ഇട്ടിട്ട്. ഈ അർജുനായങ്കി പോയി, അതായത് അവൻ ഒരു വണ്ടി, ആ അർജുനായങ്കിയുടെ കൂട്ടത്തിലടക്കം വേറെ ആളുകളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കണം. അതായത് അന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നില്ല, അത് അവരെത്ര വണ്ടികളുണ്ട്, അവരെങ്ങനെയാ വന്നതൊക്കെ പോലീസ് അന്വേഷിക്കണം. അവർ വേറെ ആളുകളുണ്ടോ? അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഈ കേസിൽ നമ്മളറിയാത്ത വണ്ടികളെന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ വണ്ടികൾ ആരൊക്കെയെന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ അമാന ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഈ മേഡം, ഞാൻ പിന്നെ പറയുകയാണ്, ഈ 2021 ഈ അപകടത്തിന് ശേഷം 2022 തൊട്ട് ഈ ഇക്ബാൽ അമാന എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്ത് ജസ്റ്റ് വീക്ഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഈ 2021 ഈ അമാന ഗ്രൂപ്പ് ഒന്നുമില്ലായിരുന്ന സമയമായിരുന്നു. ഈ 2022 ശേഷം ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു കൊടുവള്ളിയിലെ ഒരു പ്രാദേശിക ഒരു ചാനൽ പുറത്തുവിട്ട ഒരു വാർത്ത ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് കൊടുവള്ളിയിലെ MK മുനീർ എം എൽ എ എമിറേറ്റ്സിൽ ഈ അമാന എംബ്രൈസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതായത് അമാന എംബ്രൈസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ എമിറേറ്റ്സിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. അതായത് MK മുനീർ എം എൽ എയുടെ നേതൃത്വത്തിലാണ് അത് അവിടെ ഉദ്ഘാടനം ചെയ്തത്. അതിൽ ആ കമ്മിറ്റിയിൽ അന്ന് പോയത് മിക്ക ആളുകളും കഫേ പോസെ ചുമത്തിയ ആളുകളായിരുന്നു. അവിടെ ഈ കഫേ പോസ് ചുമത്തിയ ആളുകളായിരുന്നു. ഈ അമാന എംബേഴ്സിന്റെ മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ അവരെന്തിനു വേണ്ടിയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ഇവിടുത്തെ നിലവിൽ കേരളത്തിലെ ഒരുപാട് യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുക. ഇവരെ അമാന ഗ്രൂപ്പിന് പാസഞ്ചറായി ഈ കേരളത്തിൽ തന്നെ എയർപോർട്ടുകളിലും ഇന്ത്യയിലെ എയർപോർട്ടുകളിലേക്കും ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ അന്വേഷണം പുനരാരംഭിക്കണം. പിന്നെ അവരുടെ സാമ്പത്തികഗതി നല്ല രീതിയിൽ വളർന്നു. ഈ സാമ്പത്തികം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്നല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ശരി, ഞാൻ ചരൽ ഫൈസലിലേക്ക് വരാം. താങ്കൾ തുടരണം. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്കാണ് ഇനി. സ്വർണ്ണക്കടത്ത് സംഘം കേരളത്തിലേക്ക് 50 കോടി രൂപ ഒഴുക്കിയെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. പോലീസിന്റെ സ്വർണ്ണവേട്ട അട്ടിമറിക്കാനാണ് പണം. DRI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ വിശദമായ അന്വേഷണം തുടരുകയാണ്. 24 എക്സ്ക്ലൂസീവ് ദീപക് ധർമ്മടമാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. ദീപക്, ഇപ്പോൾ ഇതിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താണ്? കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ വിവിധ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ കേരളത്തിലേക്ക് ഒഴുക്കുന്നുണ്ട് എന്നുള്ളതാണോ? ഇതിന്റെ ഉദ്ദേശ്യം എന്താണ്? മറ്റു വിവരങ്ങൾ? അനുജ, ഇതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നത് ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അട്ടിമറിക്ക് വേണ്ടിയാണ് 50 കോടി രൂപ മിഡിൽ ഈസ്റ്റിൽ നിന്നും കേരളത്തിലേക്ക് ഹവാലയായി ഒഴുക്കിയത്. അതിന്റെ ആദ്യ ഗഡു എത്തിക്കഴിഞ്ഞു, അത് ചിലർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ. അതിനുവേണ്ടി ചില സംഘടനകൾ പ്രവർത്തിക്കുന്നു. ആ പേരുകൾ നമ്മൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നില്ല. അത്തരത്തിലുള്ള വളരെ ക്രൂഷ്യലായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ്, IB റിപ്പോർട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചത്. മാത്രവുമല്ല, ഇതിന്റെ അടിസ്ഥാനത്തിൽ റോയും DRIയും വിശദമായ പരിശോധന
പരിശോധനയിലേക്ക് കടന്നു. കേരളത്തിലെ വിവിധ എയർപോർട്ടുകൾ, അത് കരിപ്പൂർ വിമാനത്താവളം മാത്രമല്ല, കണ്ണൂർ വിമാനത്താവളം, നെടുമ്പാശ്ശേരി വിമാനത്താവളം, തിരുവനന്തപുരം വിമാനത്താവളം, ഈ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പോലീസിന്റെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഈ BNS-ലെ വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസിന് കൂടുതൽ അധികാരം ലഭിച്ചു. ആ അധികാരപ്രകാരം പോലീസ് സ്വർണം കടത്തു പിടിച്ചാൽ, ഹവാല പിടിച്ചാൽ, സ്വാഭാവികമായും അതിലെ പ്രാഥമികമായ കുറ്റകൃത്യം തന്നെ നേരെ ജയിലിലേക്ക് പോകൽ എന്നുള്ള രീതിയിലുള്ള ശിക്ഷയാണ് BNS-ലെ വകുപ്പുകൾ പ്രകാരമുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള വകുപ്പുകളല്ല, പുതിയ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനാണ് കൂടുതൽ അധികാരം. കസ്റ്റംസിനാണെങ്കിൽ ടാക്സിന്റെ കേസ് മാത്രമേ ഉള്ളൂ. അതും 10 ലക്ഷത്തിൽ കൂടുതൽ വില വരുന്ന സ്വർണം പിടിച്ചാൽ മാത്രമാണ് കൂടുതൽ നടപടിയിലേക്ക് കസ്റ്റംസ് നിയമപ്രകാരം പറ്റുകയുള്ളൂ. പക്ഷെ കേരള പോലീസിന് ഈ BNS നിയമപ്രകാരം, അതായത് പുതിയ കേന്ദ്ര നിയമപ്രകാരം BNS പ്രകാരം എടുക്കുമ്പോൾ കേസിന് ഗുരുതരമായ വകുപ്പുകൾ വരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ മാത്രവുമല്ല, അതിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഈ സ്വർണ്ണക്കടത്തിന് പഴയതുപോലെ കരിയർമാരെ GCC രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ല, മിഡിൽ ഈസ്റ്റിൽ നിന്നും കിട്ടുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അട്ടിമറി നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് 50 കോടി കേരളത്തിലേക്ക് ഹവാല പമ്പ് ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉദ്യോഗസ്ഥരുടെ രഹസ്യ നീക്കങ്ങൾ വിലയിരുത്തൽ, അത് ചോർത്തൽ, മറ്റൊന്ന് ഉദ്യോഗസ്ഥരെ പണം കൊടുത്ത് സ്വാധീനിക്കൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനു വേണ്ടിയുള്ള പ്രചരണത്തിനും പണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യത്ത് നിന്ന് തന്നെ നമ്മുടെ ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ രഹസ്യമായി നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ DRI-യും, അതായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും, അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് അനാലിസിസ് വിംഗ്, രാജ്യാന്തര രഹസ്യാന്വേഷണ സംഘടനയായ ഇന്ത്യയുടെ ഏജൻസിയായ ROയും ഇത് വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത കൂടിയാണ്. അതിനുള്ള ഒരു സൂചനയാണ് അനുജ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ശരി, കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് അത് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. സ്വർണ്ണക്കടത്ത് സംഘം കേരളത്തിലേക്ക് 50 കോടി രൂപ ഒഴുക്കി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അത് പോലീസിന്റെ സ്വർണ്ണവേട്ട അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ്. ഇതിൽ കേന്ദ്ര ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തുകയാണ്. ദീപക് ധർമ്മടമാണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം തത്സമയം അതിഥിയായി ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് SP ഉണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ് ഈ സ്വർണം കടത്ത് സംഘം, സ്വർണം പൊട്ടിക്കൽ സംഘം. ഇതെങ്ങനെയാണ് ഇവരൊക്കെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്നത്? ഒരു തടസ്സവുമില്ലാതെ ഇവർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത്? വിമാനത്താവളങ്ങൾ വഴി ഇവർ സ്വർണം കടത്തിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവറിൻ്റെയൊക്കെ ഗുരുതരമായ ആരോപണം വന്നത്. ഇത് പോലീസ് പിടികൂടുകയാണ്, പോലീസ് അതിൽ നിന്ന് സ്വർണം മുക്കുന്നുണ്ട്, ആ തരത്തിലേക്ക് ധനികരായി മാറിയ ഉദ്യോഗസ്ഥരുണ്ട്, അത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത്. മറുചോദ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുമ്പോൾ അതെങ്ങനെയാണ് കസ്റ്റംസ് അറിയാതെ ഇത് പുറത്തേക്ക് വരുന്നത്? എങ്ങനെയാണ്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇതിലൊരു ഉദ്യോഗസ്ഥരുമായുള്ള ഈ കടത്ത് സംഘങ്ങളുടെ നെക്സസ് എന്നുള്ളത് നമ്മൾ സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയുമോ? കഴിയില്ല. കാരണം കസ്റ്റംസിലെ ഈ തിരുവനന്തപുരം എയർപോർട്ടിലെ 2 ഇൻസ്പെക്ടർമാരെ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വർണം കടത്തിന് കൂട്ടുനിന്ന്. പിന്നെ അവരൊരു കസ്റ്റംസ് സൂപ്രണ്ടിനെ അറസ്റ്റ് ചെയ്തു, എനിക്ക് തോന്നുന്നു മുനിയപ്പ എന്നെങ്ങാണ്ടായുള്ള പേര്, അത് നെടുമ്പാശ്ശേരി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു സഹായം ഇല്ലാതെ ഈ സ്വർണം കൊണ്ടുവരാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർ കുറച്ച് പേരുടെ സഹായം ഉണ്ടാവും. അതോടെ സമയത്ത് ഒരു ദിവസം ഒരു ഫ്ലൈറ്റിൽ ചിലപ്പം 10-20 പേരെ കയറ്റി വിടും. അതിനകത്ത് 2, 3, 4 പേരെ ആയിരിക്കും പിടിക്കുന്നത്. ബാക്കി സ്വർണം വെളിയിലോട്ട് വരികയും ചെയ്യും. അങ്ങനെ വരുന്നത് അറിയാതെ വരുന്നതാകുന്നതിനുള്ള സാധ്യത എങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ്? കാരണം കസ്റ്റംസിന്റെ സ്കാനറിലൂടെ ഇത് അറിയാതെ ഇത് കടന്നു പോകും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവർ മുഴുവൻ ആൾക്കാരും അതിനകത്ത് ഇൻവോൾവ് എന്ന് പറയാനൊക്കില്ല. അത് ഓരോ ദിവസം ഓരോരുത്തർക്കും ഓരോ റൂട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ടേബിളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഡ്യൂട്ടി അനുസരിച്ചാണ് ഇത് കടത്തുന്നത്. ആ ദിവസങ്ങളിലായിരിക്കും കൂടുതൽ പേര് കൊണ്ടുവരുന്നത്. 2, 3, 4 പേരെ പിടിക്കാൻ സാധിക്കുള്ളൂ, ബാക്കിയുള്ളവർ കടന്നു പോകും. അവർക്ക് ഓപ്പണായിട്ട് ചെക്കിംഗ് ഇല്ലാതെ തന്നെയും കടന്നു പോകുന്നവരുമുണ്ട്. അങ്ങനെ വെളിയിൽ വരുന്നവരെ കസ്റ്റംസിൻ്റെ സ്ക്വാഡുകാർ പിടിക്കും. അങ്ങനെയാണ് പൊട്ടിക്കലിൻ്റെ ഒരു ശൃംഖല വരുന്നത്. നേരത്തെ കേരളത്തിൽ ഞങ്ങളൊക്കെയുള്ള സമയത്ത് എയർപോർട്ട് വഴി അല്ലല്ലോ അന്ന് കൊണ്ടുവരുന്നത്. അന്ന് ജാക്കറ്റിനകത്ത് സ്വർണം ഈ ബിസ്ക്കറ്റ് നിറച്ച് പുറംകടൽ കോൺട്രാക്റ്റ് ആയിരുന്നു.
അത് ബോംബെയിലെ അധോലോകത്ത് അവരാണ് നടത്തിക്കുക. അന്ന് കേരളത്തിൻ്റെ തീരങ്ങളിൽ സ്വർണം വലിച്ച് എറിഞ്ഞിട്ട് ഈ ജാക്കറ്റ് എറിഞ്ഞിട്ട് അവർ പോകും. അത് പല കോൺട്രാക്റ്റ് എടുത്തിട്ട് ബോംബെക്ക് പോകും. പക്ഷേ ബോംബെയും കേരളവും അതുപോലെ ഗോവയും കർണാടകയും ഈ ഒരു ബെൽറ്റ്, ചെന്നൈ ഉൾപ്പെടെ ബെൽറ്റിൽ സ്വർണം ധാരാളം ഫ്ലൈറ്റ് വഴി വരുന്നുണ്ട്. കാരണം മറ്റേത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് നേരത്തെ പുറംകടലായിരുന്നു, ഇപ്പോൾ അത് നിന്നുപോയി. ഇപ്പം വരുന്നുണ്ടാകാം, പക്ഷേ ഇപ്പം പിടിക്കുന്നില്ല. കസ്റ്റംസോ DRI ഒന്നും അത് പിടിക്കുന്നില്ല. ഇപ്പോൾ എയർപോർട്ടിൽ കൂടെ വരുന്നത് മാത്രമാണ് നമ്മൾ പിടിക്കുന്നത്. നമുക്കിവിടെ സ്വർണത്തിൻ്റെ ഒരു വളരെ ആവശ്യം കേരളത്തിലുണ്ട്. കാരണം നേരത്തെ ബോംബെയിൽ അവിടെ സ്വർണ്ണാഭരണങ്ങൾ പണിതിട്ട് കേരളത്തിൽ കൊണ്ടുവരുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള മിഷൻസ് എല്ലാം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു 1000 എണ്ണം കാണും. അപ്പം സ്വർണ്ണം ഇവിടെ ആവശ്യമുണ്ട്. ആ സ്വർണം ഇവിടെ വന്നേ പറ്റുള്ളൂ. കാരണം മലയാളികൾ പലരും ഇപ്പോൾ സ്വർണ്ണമാണ് സൂക്ഷിക്കുന്നത്. അവരൊന്നും ബാങ്കിലൊന്നും പണം കൊണ്ട് അടയ്ക്കാറില്ല, സ്വർണ്ണമായിട്ട് തന്നെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ വലിയ ഡിമാൻഡാണ് കേരളത്തിൽ. അപ്പോൾ ഈ സ്വർണം കിട്ടിയേ പറ്റുള്ളൂ. അപ്പം ആ സമയത്ത് ദുബായിലും മറ്റിടത്തും യഥേഷ്ടം സ്വർണം കയറ്റി വിടുകയാണ്. വിടുന്നതിൻ്റെ ഒരു 20% അല്ലെങ്കിൽ 10% പിടിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോകുമ്പോഴാണ് ഈ പൊട്ടിക്കൽ സംഘങ്ങളും അവർ പൊട്ടിച്ചെടുക്കുന്നവരിൽ നിന്ന് വീണ്ടും പൊട്ടിക്കുന്ന സംഘങ്ങളും അതൊക്കെ ഒരേ സംഘങ്ങൾ തന്നെയാകും. ആ വരുന്ന സ്വർണ്ണങ്ങളെല്ലാം ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കൊടുവള്ളിയിലും അതുപോലെ തന്നെ ചെർപ്പുളശ്ശേരിയിലും ആണ്. അവിടെയാണ് ഇത് മൊത്തമായിട്ട് ഇത് ഒന്നിച്ച് വാങ്ങുന്നത്. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർ അത് അണ്ടർഗ്രൗണ്ടിൽ പൊക്കോളും. അപ്പോൾ അത് വളരെ സജീവമാണ്. ഈ കൊടുവള്ളി സംഘവും ചെർപ്പുളശ്ശേരി സംഘവും അവർ തമ്മിൽ ഫൈറ്റും ഉണ്ട്. അതാണ് രാമനാട്ടുകരയിലെ ആ പ്രശ്നം ഉണ്ടായത്. കാരണം പൊട്ടിച്ചെടുക്കുന്ന സ്വർണം വീണ്ടും പൊട്ടിക്കാൻ വേറെ ഗ്രൂപ്പ് വരും. ഓരോ ഗ്രൂപ്പിലും 5-10 കാറുകളുണ്ടാവും. ഏതായാലും രാമനാട്ടുകരയിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടി 5 പേര് കൊന്നു. അതിനകത്ത് അമാന ഗ്രൂപ്പിൽ ഇപ്പം നേരത്തെ ഈ പൊട്ടിക്കൽ സംഘടനത്തിലുണ്ടായിരുന്ന ചരൽ എന്ന് പറഞ്ഞ ആൾ ഇപ്പം പറയണത് അത് ശരിയാണ്. ഞാനത് പലപ്പോഴും ആലോചിച്ചു. ഒരു അപകടത്തിൽ ഒരേ സ്പോട്ടിൽ ഒന്നിച്ച് 6 പേരും മരിച്ചു കിടക്കുകയാണ്. ആ മരണം എന്ന് പറഞ്ഞ് അവർ ഒരു ഇഞ്ചുറി, നമുക്കറിയാം മോട്ടോർ ആക്സിഡൻ്റ് ഇഞ്ചുറി പോലെ അല്ല ആ മരണം. അത് എന്തായാലും പോലീസ് അന്വേഷിക്കണം. അതിൻ്റെ കുറ്റച്ചാർജ് ഇതുവരെ കൊടുത്തിട്ടും ഇല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവൈലബിൾ അല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായിട്ട് അറിയണം. അത് നേരത്തെ കൊന്നുവെച്ചതാണോ അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും പുതിയ ടെക്നോളജി ഉണ്ടോ. ഒരു ഗ്രൂപ്പിനെ മൊത്തം നശിപ്പിക്കുന്നതായിട്ടാണ് വരുന്നത്. അപ്പം വളരെ അഡ്വാൻസ്ഡ് ആണ് ആ ക്രിമിനൽ ആക്ടിവിറ്റി കേരളത്തിൽ. അതിൽ എടുത്തോട്ട് പോലീസ് ചെല്ലുന്നില്ല. ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ കരിപ്പൂരിൽ നിന്ന് പിടിച്ച സ്വർണം അത് സൊല്യൂഷനായിട്ട് മറ്റ് രൂപമാറ്റം സംഭവിച്ച് വരുന്ന സാധനങ്ങൾ അത് പോലീസ് തന്നെ അത് ഉരുക്കി ഒറിജിനൽ സ്വർണ്ണമാക്കുന്ന, അതാണ് മേജർ PV അൻവറിൻ്റെ ഒരു ആരോപണം. അങ്ങനെ 188ഓളം കേസുകൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ മാത്രം എടുത്തിട്ടുണ്ട്. അതേസമയത്ത് ആ പൊട്ടിച്ചെടുക്കുന്ന സ്വർണം അതിന് 90 മുതൽ രൂപഭേദം വരുത്താൻ പാടില്ല. പക്ഷേ പോലീസ് അത് ചെയ്യുകയാണ്. കാരണം അതിനകത്ത് ഒരു 100 ഗ്രാമിൽ നിന്ന് ഒരു 650 ഗ്രാം മാത്രമേ നല്ല സ്വർണ്ണമുള്ളൂ. ബാക്കി പോയി അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ആണെന്ന് പറഞ്ഞ് തള്ളി. അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും പോലീസിന് അവകാശമില്ല. അവിടെ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാൾ വെച്ചിരിക്കുന്ന വീട് ഞാനിപ്പോൾ TV കാണിച്ചു കണ്ടു. കാരണം അയാൾ വലിയ അയാളൊരു തട്ടാനാണ്, അയാളൊരു വലിയൊരു പണക്കാരനായിട്ട് മാറിക്കഴിഞ്ഞു. അയാളാണ് ഇത് ഉരുക്കുന്നത്. അപ്പം ആ ഒരു ബിസിനസ്സായിട്ട് ഇത് വളർന്നു കഴിഞ്ഞു. അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇത് നടക്കില്ല. പുതിയ BNSൻ്റെ നിയമം അനുസരിച്ച് പോലീസിന് കുറച്ച് കൂടുതൽ അധികാരം കസ്റ്റംസിനെക്കാട്ടിലും ഉണ്ട് ഈ കാര്യത്തിൽ. അതിനകത്ത് കസ്റ്റംസ് ആകുമ്പം കസ്റ്റംസ് ആക്ട് അനുസരിച്ചുള്ള സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെയുള്ള പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസ് അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നടപടിയുള്ളൂ, അല്ലെങ്കിൽ ഫൈൻ അടിച്ച് നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ പോലീസിനകത്ത് അതിനകത്ത് റോബറി, ഡക്കോയിറ്റി വകുപ്പുകളൊക്കെ വരുമ്പം ജാമ്യം കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശരിക്കും പണം ഇവിടെ ഒഴുക്കും. 50 കോടി രൂപ, ധർമ്മടം പറഞ്ഞ പോലെ 50 കോടി രൂപ വെളിയിൽ നിന്ന് ഇവിടെ കള്ളപ്പണം വന്നിരിക്കുന്നത് കൈക്കൂലിക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അത് തന്നെയല്ല, കേരളത്തിലെ ഇപ്പോഴത്തെ ധാരാളം ചെറുപ്പക്കാർ അതൊക്കെ ചില പാർട്ടിയുടെ പ്രൊട്ടക്ഷനും കൂടെ ചേർക്കുന്നുണ്ട്. അർജുന അയങ്കി CPM കാരനാണ് അല്ലെങ്കിൽ DYFI കാരനാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. അയാളുടെ കൂടെ നിൽക്കുന്ന DYFI കാരെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ആ DYFI ചീത്തയാക്കാനും വരുന്നുണ്ട്. അതെല്ലാം വയലൻ്റ് ഗാങ്ങുകളാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഈ വയലൻ്റ് ഗാങ്ങുകളുണ്ട്. കാരണം ഇപ്പം ഇവരുടെ ഏരിയ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, കേരളത്തിൽ വരുന്നതിൻ്റെ കാരണം ഇപ്പം അവിടെ 7 കോടി രൂപ ഗുജറാത്തിൽ നിന്ന് ബോംബെയിലേക്ക് വന്ന, അത് നാഷണൽ ഹൈവേ കൂടെ വന്ന അത് തട്ടിയെടുത്തു. ആരാണ്? ചാലക്കുടിക്കാരൻ മലയാളികളാണ്. അവരുടെ സ്കില്ല് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അവർ ഇന്ത്യയിലെ എല്ലാ ഹൈവേയിലും റോബറി നടത്തുന്നതിൽ നല്ലൊരു ശതമാനം മലയാളികളാണ്. പിന്നെ ഇപ്പം നമ്മൾ ഹരിയാനക്കാർ അത് വേറെ രീതിയിലുള്ള മോഡസ് ഓപ്പറേഷൻ നമ്മൾ കണ്ടു.
പക്ഷേ അത് 7 കോടി പിടിച്ചപ്പം അവർക്ക് 8-10 കാറുകളുണ്ടായിരുന്നു. അതിനകത്ത് ചാലക്കുടി പിള്ളേർ മാത്രമല്ല വേറെയുണ്ട്. പക്ഷേ 5 പേരെ ബോംബെ പോലീസ് അവർ ആ നാഷണൽ ഹൈവേയിൽ കുറേ കേരളത്തിലേക്കാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി ബ്ലോക്ക് ചെയ്ത് 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇത് ഈ സ്വർണത്തിൻ്റെ പോലെ തന്നെ ഒരു തട്ടിപ്പാണ്. ഇവരെല്ലാം സ്വർണത്തിൻ്റെ മേഖലയിലോട്ടും ഇവർ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ തൃശ്ശൂര് ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾ അല്പസമയം കൂടി തുടരണം. നമുക്കൊപ്പം ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ച ആ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അതായത് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് വലിയ വിവാദമായി മാറിയതാണ്, വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ സംഭവമാണ്. അതിൽ തുടർ നടപടികൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിലേക്ക് ഒരു പരിശോധന ആണ് നമ്മൾ ഇനി നടത്താൻ പോകുന്നത്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, 2020 ജൂലൈയിൽ പിടികൂടിയതാണ് സ്വർണം. അത് വലിയ വിവാദമായി മാറിയത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള നമുക്കറിയാം. സർക്കാർ അത് അവിടെ ഒരു അളവ് വരെ പ്രതിക്കൂട്ടിലായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിഷയത്തിലൊക്കെ. അത് കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ ഇങ്ങോട്ട് പിന്നിടുകയാണ്. എന്താണ് ഇപ്പോൾ ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അനുജ, ഇക്കണ്ട സ്വർണ്ണക്കടത്ത് കേസുകൾ PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ, ഇപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ കാര്യക്ഷമമായി കസ്റ്റംസിനും നമ്മുടെ ഏജൻസികൾക്കും പോലീസിനുമൊക്കെ ഇടപെടാൻ സാധിക്കുന്ന വീണ് കിട്ടിയ വടിയായിരുന്നു സ്വർണ്ണക്കടത്ത്, നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് എന്നുള്ളത്. ഈ സംഘത്തിന്റെ മുഴുവൻ നട്ടലൊടിക്കാൻ ഈ ഒരു കേസിലെ കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ നമ്മുടെ ഏജൻസികൾക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമ്മുടെ ഏജൻസികൾ അത് കാര്യക്ഷമമായി അന്വേഷിച്ചില്ല. മല പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് നയതന്ത്ര സ്വർണ്ണക്കടത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. 2020 ജൂലൈ 5 സ്വർണം പിടികൂടിയ സംഭവത്തിൽ ഇപ്പോഴും വിചാരണ ആരംഭിച്ചിട്ടില്ല. 2021 തന്നെ 3 ഏജൻസികളും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കസ്റ്റംസ് കേസിൽ 29 പ്രതികളുണ്ടായി. NIA കേസിൽ 20 പ്രതികൾ. ED കേസിൽ 27 പ്രതികളും ഉണ്ടായിരുന്നു. ഇതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ അടക്കം മുഴുവൻ പ്രതികളും ജാമ്യമെടുത്ത് പോയിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, NIA കേസിലെ ഒരു പ്രതി ഇതിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട ഒരു ഹർജി നൽകിയിരിക്കുന്നു. ഒരാൾ വിദേശത്തേക്ക് തന്നെ പോയി കഴിഞ്ഞു, ഈ കേസുകളിൽപ്പെട്ട ഒരാൾ എന്നുള്ള വിവരം കൂടി ഇതോടൊപ്പം നൽകാനുണ്ട്. EDയുടെ കേസാകട്ടെ കോടതി മാറ്റം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെത്തി അവിടെ നിന്നും ആവശ്യത്തിന് വിമർശനം വാങ്ങിക്കൂട്ടിക്കൊണ്ടുമിരിക്കുന്നു. അതായത് 1 ഇഞ്ച് നീങ്ങിയിട്ടില്ല. 2020 മുതൽ 2024 ആകുമ്പോഴും 4 വർഷം പിന്നിടുമ്പോഴും ഈ വിചാരണയിലേക്കൊന്നും കാര്യം പോയിട്ടില്ല. ഈ കോടതി വരാന്തയിൽ, കോടതി മുറിക്കുള്ളിൽ, ഈ റെക്കോർഡ്സ് റൂമിൽ ഇതിൻ്റെ കുറ്റപത്രം വിശ്രമിക്കുകയാണ്. ഇനി ഈ കസ്റ്റംസ് കേസിലേക്ക് വന്നാൽ പിഴയടച്ച്, ഈ കുറ്റമേറ്റെടുത്ത പിഴയടച്ച് അവർക്ക് അതിൽ നിന്നും സുഖമായി ഊരിപ്പോകാവുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത്ര കടുകട്ടിയായി ആ കേസിനെ കൈകാര്യം ചെയ്യേണ്ടി വരും. മറ്റൊന്ന് NIA കേസാണ്. അതിൽ തീവ്രവാദ ഇലമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞത് അല്ലാതെ അത് ഏത് രീതിയിലാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല NIAക്ക്. ജാമ്യം കിട്ടുന്നതിന് അതിന് കാരണമായിട്ടുണ്ട്. UAPA ചുമത്തിയ കേസാണെന്ന് ഓർക്കണം. ആകെ നിൽക്കാൻ സാധ്യത ED കേസാണ്. കാരണം ഈ സ്വർണം കടത്തുന്നതിന് വേണ്ടി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് അതിലെ ഗൗരവതരമായ കുറ്റം. നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മാത്രമാണുള്ളത്. പക്ഷേ ആ കേസുകളെല്ലാം വിചാരണ കോടതിയിൽ ഇരിക്കുകയാണ്. EDക്ക് ഈ കേസിലൊന്നും ഒരു താല്പര്യവുമില്ലേ എന്ന് സുപ്രീം കോടതി പരമോന്നത നീതിപീഠത്തിന് 3-4 ദിവസം മുമ്പ് ചോദിക്കേണ്ട സാഹചര്യം പോലും ഈ ഏജൻസികൾ, പ്രീമിയർ ഏജൻസികൾ ഒരുക്കി എന്നുള്ളത് കൂടി കാണണം. അതായത് അവർക്കിതിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. കോൾഡ് സ്റ്റോറേജിലേക്ക് പോയി കഴിഞ്ഞു ഈ കേസ്. ഈ കേസായിരുന്നു, ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് കാര്യമായി അന്വേഷിച്ചെങ്കിൽ, കാര്യമായി പിടിമുറുക്കിയെങ്കിൽ ഈ പറഞ്ഞ മുഴുവൻ നെക്സസിനെയും തകർക്കാൻ സാധിക്കുമായിരുന്നു. ആ ഒരു സുവർണാവസരം ഏജൻസികൾ നഷ്ടപ്പെടുത്തി. ഇതിലിപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എന്നൊക്കെ ഉള്ളതിൽ എപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നിരുന്നതാണ്. ആ ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയല്ലേ ശ്രീകാന്ത്? തീർച്ചയായും. അതായത് ഒരു 15 കിലോ ഗോൾഡ് വന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണമാണ്. അതിൽ ഓരോ ഏജൻസിയും ചെയ്തത് പരിഹാസ്യമാണ് എന്നേ പറയാൻ സാധിക്കൂ. ഏറ്റവും ഒടുവിൽ ED ഈ കുറ്റപത്രമൊക്കെ, ഈ ലാസ്റ്റ് ഘട്ട ഒരു കുറ്റപത്രം കൂടി വെച്ചിട്ടുണ്ട്. ആ കുറ്റപത്രം വയ്ക്കുന്നതിന് മുൻപ് പല സ്വർണ്ണക്കടത്തുകാരെയും കോയമ്പത്തൂരിലും മലപ്പുറത്തും ഒക്കെ പോയി അവിടെ നിന്നും 5 കിലോ സ്വർണം, 2 കിലോ സ്വർണമൊക്കെ റിക്കവർ ചെയ്ത് ചില രേഖകളൊക്കെ പിടിച്ചെടുത്ത്
അവർ ആ കേസ് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യുക ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തത് എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകുമായിരുന്നു. അവർ ആദ്യം പറഞ്ഞ കഥയല്ല ഏറ്റവും ഒടുവിൽ പറയുന്നത്. ആദ്യം ഇ ഡി പറഞ്ഞത് ഇതിൽ വ്യാപകമായ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നൊക്കെയായിരുന്നു. NIA ഓർക്കേണ്ട ഒരു കാര്യം, NIA ഒരു മന്ത്രിയെ, KT ജലീലിനെ പോലെയുള്ള ഒരു മന്ത്രിയെ പോലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെ ED M ശിവശങ്കറെ അടക്കം നാളുകളോളം ജയിലിൽ തന്നെ പാർപ്പിച്ചിരുന്നു. അങ്ങനെ ഓരോ ഏജൻസികളുടെയും എടുത്താൽ അതിന് വലിയ ബിൽഡപ്പ് കൊടുത്തതാണ്. എവിടെ നിന്നും ഈ സ്വർണം വരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ കഥ, ഒരു ഫൈസൽ ഉണ്ട് ദുബായിൽ, അയാളാണ് ഇതിൻ്റെ എല്ലാം ഇടനിലക്കാരൻ, ഇത് ടാൻസാനിയയിൽ നിന്നും വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പല രാജ്യങ്ങളാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്ന കഥ. പിന്നീട് അത് കേരളത്തിൽ കൊണ്ടുവന്ന് വിവിധ ഇടങ്ങളിലേക്ക് പോകുന്നു, കൊടുവള്ളിയിൽ പോകുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർ കണ്ടെത്തിയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്വർണം എവിടെ നിന്നും വരുന്നു, ഇത് എങ്ങോട്ടേക്ക് പോകുന്നു, ഇതിന്റെ നെക്സസ് എന്താണ്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കാര്യമായ അന്വേഷണം പോയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 2021 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു സ്റ്റണ്ടായി മാത്രമേ അതിനെ കാണാൻ ഈ ഘട്ടത്തിൽ സാധിക്കൂ. നമുക്കറിയാവുന്നതുപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആയുധമാക്കി അന്ന് പ്രതിപക്ഷം ഉപയോഗിച്ച ഒന്നായിരുന്നു നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത്. ആ കേസിന്റെ നിലവിലെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രീകാന്ത് വ്യക്തമായി തന്നെ വിവരിച്ചത്. നേരത്തെ ചരൽ ഫൈസൽ നമുക്കൊപ്പം തത്സമയം അതിഥിയായി അദ്ദേഹം തുടരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് രാമനാട്ടുകരയിലെ സ്വർണ്ണക്കടത്തിനിടെയുണ്ടായ വാഹനാപകടത്തെക്കുറിച്ചാണ്. അതിൽ അദ്ദേഹത്തിനുണ്ടായ ചില സംശയങ്ങളാണെന്ന് പറയുന്നത്. പുനരന്വേഷണം വേണമെന്ന് പറയുന്നു. എന്തായിരുന്നു ആ വാഹനാപകടം എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. 2021 രാമനാട്ടുകര അപകടമുണ്ടായത്. ജീവൻ നഷ്ടമായത് 5 യുവാക്കൾക്കാണ്. സ്വർണം പൊട്ടിക്കൽ എന്ന വാക്ക് മലയാളികൾക്ക് സുപരിചിതമായതും അന്ന് തന്നെയാണ്. സ്വർണ്ണക്കടത്തിന്റെയും പൊട്ടിക്കലിന്റെയും കുടിപ്പകയുടെയും എല്ലാം കഥയുണ്ട് ഈ അപകടത്തിന് പിന്നിൽ. 2021 ജൂൺ മാസം 21 പുലർച്ചെ രാമനാട്ടുകരയിൽ ചരക്ക് ലോറിയും ജീപ്പും കൂട്ടിയിടിച്ച് അപകടമുണ്ടായെന്ന വാർത്തയാണ് ആദ്യം എത്തുന്നത്. ജീപ്പിലുണ്ടായിരുന്ന 5 പേർ മരിച്ചെന്ന വിവരവും പിന്നാലെ എത്തി. സാധാരണ അപകടമെന്ന് കരുതിയിടത്തു നിന്നാണ് സ്വർണ്ണക്കടത്തിൻ്റെയും പൊട്ടിക്കലിൻ്റെയും ചുരുളഴിയുന്നത്. കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചായിരുന്നു മുഴുവൻ ആസൂത്രണവും. ദുബായിൽ നിന്ന് കടത്തി കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിക്കുന്ന സ്വർണത്തിനായി കാത്തിരുന്നത് നിരവധി സംഘങ്ങൾ. എന്നാൽ അന്ന് സ്വർണവുമായി എത്തിയ മൂർക്കനാട് സ്വദേശി മുഹമ്മദ് ഷഫീഖ് കസ്റ്റംസിന്റെ പിടിയിലായി. ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് 2.33 കിലോ സ്വർണം. കൊടുവള്ളി സംഘത്തിന് വേണ്ടിയാണ് മുഹമ്മദ് ഷഫീഖ് ദുബായിൽ നിന്ന് സ്വർണം എത്തിച്ചത്. എന്നാൽ സ്വർണം വരുന്ന വിവരം ഷഫീഖ് തന്നെ ചോർത്തിയതനുസരിച്ച് വിമാനത്താവളത്തിന് സമീപം കണ്ണൂർ സംഘവും നിലയുറപ്പിച്ചിരുന്നു. കൊടുവള്ളി സംഘത്തിന് സുരക്ഷയൊരുക്കാനാണ് അപകടത്തിൽപ്പെട്ട ചെർപ്പുളശ്ശേരി സംഘം എത്തിയത്. സ്വർണം സ്വീകരിക്കാൻ കൊടുവള്ളി സംഘവും തട്ടിയെടുക്കാൻ കണ്ണൂർ സംഘവും. സ്വർണവുമായി കാരിയർ പിടിയിലായെന്നറിഞ്ഞതോടെ കണ്ണൂർ സംഘം മടങ്ങി. ഈ യാത്ര സ്വർണവുമായെന്ന് തെറ്റിദ്ധരിച്ച ചെർപ്പുളശ്ശേരി സംഘം 3 വാഹനങ്ങളിലായി ഇവരെ പിന്തുടർന്നു. മത്സരയോട്ടം രാമനാട്ടുകരയിലെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ചെർപ്പുളശ്ശേരി സംഘത്തിന്റെ ജീപ്പ് രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷന് സമീപത്ത് വെച്ച് ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചു. പാലക്കാട് സ്വദേശികളായ നാസർ, ഷഹീർ, താഹിർ ഷാ, ഹുസൈനാർ, സുബൈർ എന്നിവർ മരിച്ചു. അപകട സ്ഥലത്ത് വെച്ച് പിടിയിലായവരിൽ നിന്നാണ് സ്വർണ്ണക്കടത്തിന്റെ കഥ വെളിപ്പെടുന്നത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും കുടിപ്പകയുമാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. 3 വർഷത്തിനിപ്പുറവും കേസന്വേഷണം പൂർണ്ണതയിലെത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ രാമനാട്ടുകര സ്വർണ്ണക്കടത്തിൽ അന്വേഷണം എങ്ങും എത്താതെ പോവുകയാണ്. 65 പ്രതികളിൽ 55 പേരെയാണ് പോലീസ് പിടികൂടിയത്. എന്നാൽ കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. എല്ലാവരും നിലവിൽ ജാമ്യത്തിലാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് വെളിപ്പെടുത്തലുകളൊക്കെയാണ് ഫൈസൽ നമ്മോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത്, പുനരന്വേഷണം വേണമെന്നുള്ളതാണ്. ഇതിൽ ഇത്രയും വർഷമായിട്ടും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത്, ഇത് നമുക്ക് എന്താണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്?
അനുജ, ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പിന്നീട് ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഇത്ര പ്രധാനപ്പെട്ട ഒരു കേസിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന് ആർക്കും വ്യക്തമായൊരു ഉത്തരവുമില്ല. ഇതിൽ നിന്ന് തന്നെ ആ ദുരൂഹത, ഒരു പുകമറ കൃത്യമാണ്. കാരണം ഇത് 2021 ജൂൺ 21 നടന്ന ഒരു സംഭവമാണ്. അതായത് സ്വർണ്ണക്കടത്തിന് ഈ അപകടമുണ്ടാവുന്നു, 5 പേർ മരിക്കുന്നു, അതിൽ സ്വർണ്ണക്കടത്തിന് പങ്കുണ്ട് എന്നുള്ള വലിയ വിവരങ്ങൾ, ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിവരം പുറത്തു വരികയും ചെയ്യുന്നു. 2 കേസുകളാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ആദ്യം ഈ അപകട മരണത്തെ സംബന്ധിച്ച് ഫറൂഖ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഡ്രൈവർ അടക്കമുള്ള 5 പേർ മരിച്ചു എന്നുള്ളതും ആ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത് ഈ കവർച്ചയും അതിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ടതാണ്. അത് കരിപ്പൂർ പോലീസാണ് അന്വേഷിച്ചത്. ആ അന്വേഷണം 55 പേർ ഉണ്ടായിരുന്നു ഈ കേസിൽ. 55 പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു. അതിൽ 45 പേരെ പിടികൂടി. പിന്നീടുള്ള 2 പേർ വിദേശത്താണ്. ബാക്കിയുള്ള ആളുകളെ ഇപ്പോഴും പിടിയിലായിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ, അതായത് ഈ സ്വർണം വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് ആരാണോ കൊടുത്തയച്ചത് അവരുൾപ്പെടെയുള്ളവർ ഇപ്പോഴും പിടിയിലായിട്ടില്ല. ഇത് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ജാമ്യത്തിലുമാണ്. അന്ന് ഒരു പ്രത്യേക സംഘത്തെ ഈ കേസന്വേഷണത്തിന് മാത്രമായി രൂപീകരിച്ചിരുന്നു. ഇത് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, ക്രൈംബ്രാഞ്ച് അന്ന് ഈ രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് പ്രത്യേകമായി അന്വേഷിക്കും, ഈ സ്വർണ്ണക്കടത്തിന്റെ വഴികൾ, അതിന്റെ ദുരൂഹതയൊക്കെ അന്വേഷിക്കുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അവർ രാമനാട്ടുകര കേസ് ആദ്യം ഏറ്റെടുക്കുമെന്നുള്ളതും അറിയിച്ചിരുന്നു. എന്നാൽ അതും എവിടെയും എത്തിയില്ല. അതേക്കുറിച്ച് യാതൊരു വ്യക്തതയും നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് കസ്റ്റംസ് ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് കണ്ണൂരിലെ ഡിവൈഎഫ്ഐയുടെ മുൻ ഭാരവാഹിയായിട്ടുള്ള അർജുൻ ആയങ്കി ഒക്കെ പ്രതിയാവുന്നത്. 5ാം പ്രതിയായിരുന്നു അർജുൻ ആയങ്കി. ഈ കേസ് വന്നതിന് ശേഷം പാർട്ടി അദ്ദേഹത്തെ തള്ളി പറയുകയൊക്കെ ചെയ്തു. ഒപ്പം തന്നെ ഇതിൽ TP വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അവരെയൊക്കെ ചോദ്യം ചെയ്തു എന്നുണ്ടെങ്കിലും പിന്നീട് തെളിവില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ കസ്റ്റംസ് അന്വേഷിച്ചതിലായാലും പോലീസ് അന്വേഷിച്ചതിലായാലും ആർക്കും തന്നെ ഇതിൽ ഒരു ശിക്ഷ ലഭിക്കുന്ന തരത്തിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ഇത്രയേറെ പ്രതിപട്ടികയിൽ ആളുണ്ട്. അവരൊക്കെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. കേസ് എവിടെ എത്തിയിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് പോലും ഈ മരിച്ചവരുടെ കുടുംബത്തിന് ഇതുവരെയും നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള, ബോധപൂർവമായിട്ടുള്ള ഒരു വീഴ്ച ഈ രാമനാട്ടുകര കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ ഈ സ്വർണ്ണക്കടത്തിന്റെ ഒരു ലോബിയുടെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുണ്ട്. അന്ന് ഈ കണ്ണൂർ ലോബിയിലേക്കൊക്കെ അതിന്റെ ഒരു അന്വേഷണമൊക്കെ പോയിരുന്നു. പക്ഷേ എല്ലാം തന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ പിന്നീട് ഒരു വിവരവും ഇല്ലാത്ത രീതിയിൽ തേഞ്ഞുമാഞ്ഞു പോകുന്ന അവസ്ഥയാണ് അനുജ. അതാണിപ്പോൾ രാമനാട്ടുകര സ്വർണ്ണക്കടത്തിൽ ഏത് തരത്തിലേക്ക് അന്വേഷണം മുന്നോട്ട് പോയി പിന്നീട് ഒരു ഘട്ടം എത്തുമ്പോൾ നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് അത് ആ തരത്തിലേക്ക് ഇത്തരം കേസുകൾ നിന്നു പോകുന്നത് എന്നൊക്കെയുള്ളത് ഉയർത്തുന്ന സംശയങ്ങൾ വളരെ വലുതാണ്. രാമനാട്ടുകര അപകടത്തിൽ 5 പേരാണ് മരിച്ചതിൽ ഒരാൾ സ്വർണ്ണക്കടത്ത് സംഘാംഗം താഹിർ ഷാ ആയിരുന്നു. അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്നാണ് കുടുംബം പറഞ്ഞത്. ആദ്യമായിട്ടാകാം ഒരുപക്ഷെ താഹിർ ഷാ സ്വർണ്ണക്കടത്ത് സംഘത്തിനൊപ്പം പോയത്. അമാന ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. കടന്നു പോകുന്നത് വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് എന്നും കുടുംബം 24-നോട് പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിന് പറയാനുള്ളത് കേൾക്കാം. രാമനാട്ടുകരയിൽ വെച്ച് 5 യുവാക്കൾ അമിത വേഗതയിലായിരുന്ന കാറിൽ അത് അപകടത്തിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ പിന്നീടാണ് ആ സംഭവത്തിന് സ്വർണ്ണക്കടത്തുമായി ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നത്. അതിൽ മരിച്ച ചെർപ്പുളശ്ശേരി സ്വദേശിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. അവരുടെ മാതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ അമാന ഗ്രൂപ്പുമായിട്ട് താങ്കളുടെ മകനടക്കം ബന്ധമുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അത് ശരിയാണോ? അത് അതിനെ കുറിച്ചിട്ട് അറിയില്ല. അന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ കൊണ്ടേക്കാനാണ് പറഞ്ഞിട്ടാണ് അവൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇത് ആൾക്കാർ വിളിച്ച് പറയുമ്പോഴാണ് ഒരു 7:30 മണിക്ക് ശേഷമാണ്, ഈ 4:30 മണിക്ക് കഴിഞ്ഞ സംഭവമാണെങ്കിലും അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. വിളിക്കുമ്പോഴൊക്കെ ഫോണ് സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ സ്വിച്ച് ഓഫ് ആയതാണെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതാണ് ഉണ്ടായത്. മോൻ എങ്ങനെയാണ്, താഹിറിന് എങ്ങനെയാണ് ഇത്ര ബാധ്യത വന്നത്, സാമ്പത്തിക ബാധ്യത വന്നത്? അവനക്ക് റെൻറ്റ് പരിപാടി ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഈ സാമ്പത്തികം വന്നത്. കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് അങ്ങനെ ആവും വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഈ ലാസ്റ്റ് ടൈമിലാണ് അങ്ങനെ ബാധ്യത ഉണ്ട് എന്നുള്ളത്. ഞങ്ങളാണ് ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തിട്ട്, നമ്മുടെ മക്കളല്ലേ, അവനങ്ങനെ ഒരു തെറ്റ് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ബാധ്യത മറ്റേ കൂട്ടുകാരെ ഒന്നും കൂട്ടിയിട്ടില്ല, ഞങ്ങളുടെ ആധാരം വെച്ച് കൊടുത്ത് അവൻ്റെ ബാധ്യത തീർത്ത് കൊടുത്തതാണ്. വലിയൊരു സംഖ്യ നിങ്ങൾ അതിനുവേണ്ടി വായ്പ എടുത്തിരുന്നില്ലേ? എടുത്തിട്ടുണ്ട്. 30 ലക്ഷത്തോളം രൂപ വായ്പ. എന്നിട്ട് ബാധ്യത തീർന്നിരുന്നു? അതിൽ ബാധ്യത തീർന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതാണ്. പിന്നെ അവൻ തീർത്തു എന്ന് പറയണ്ട, എത്ര തീർത്തു, എന്ത് തീർത്തു എന്നുള്ളതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ അപകടം പറ്റിയ ദിവസം താഹിർ പോയത് ഈ സംഘത്തിന് വേണ്ടിയിട്ടാണെന്ന് ഉമ്മ കരുതുന്നുണ്ടോ? ഒരിക്കലും കരുതണില്ല. കാരണം അവൻ അങ്ങനെ ഒരു കുട്ടി ആയിരുന്നില്ല ഞങ്ങളുടെ മുന്നിൽ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കൾ ശരിയാണ്,
പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ അങ്ങനെയാണെന്ന് പറയില്ല. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായൊരു പരിപാടിയാണ്, അവർ എസ്കോർട്ട് പോയതാണെന്നാണ് പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ഈ ഇപ്പോൾ കുട്ടികൾ പലതരത്തിൽ പല രീതിയിലേക്ക് ഇങ്ങനെ പൈസ ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓരോ മേഖലയിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട മരിച്ച കുട്ടിയുടെ ഉമ്മ എന്നുള്ള നിലയ്ക്ക് എന്താണ് നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികളോടെങ്കിലും ഇനി പറയാനുള്ളത്? മറ്റുള്ള കുട്ടികളോട് ഒരിക്കലും മാതാപിതാക്കൾക്ക് ഒരു കണ്ണീരാവാൻ മക്കൾ കാരണമാവരുത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞത് വളരെ നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ എത്ര വീട്ടുകാർ ശ്രദ്ധിച്ചാലും കുട്ടികൾ വഴി തെറ്റി പോകാനുള്ളൊരു മാഫിയ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഈ താഹിറിന് നഷ്ടമായ വേദന അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും കഴിഞ്ഞിട്ടുമില്ല, ഇനിയിട്ട് കഴിയൂല. എന്തായാലും ഇപ്പോൾ കുടുംബത്തിന് ഇപ്പോഴും ബാധ്യതയുണ്ട് അല്ലേ നിങ്ങളുടെ? വീടടക്കം ബാധ്യതയിലാണ്. എപ്പോഴാണ് പോകാൻ പറഞ്ഞാൽ ഇറങ്ങല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പോൾ അവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനും വലിയ വിഷമം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അവരെ കണ്ടില്ലേ, ഞങ്ങൾ രണ്ടാളും എങ്ങോട്ട് ഇറങ്ങാം. നമ്മളിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വഴങ്ങി ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളെങ്കിലും ഇനി മനസ്സിലാക്കുക, അവരുടെ വീട്ടുകാരുടെ ജീവിതം, തുടർന്നുള്ള ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഉമ്മയുടെ വേദനകൾക്കിടയിലും അവരുമായി നമ്മൾ സംസാരിച്ചത്. രാജീവ് സുദേവനൊപ്പം ചെർപ്പളശ്ശേരിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഫൈസൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഫൈസൽ, ഇപ്പോൾ താഹിർ ഷായുടെ കുടുംബം പറയുകയാണ് ഇത് എന്തായിരുന്നു താഹിർ ഷാ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്നുള്ളത് അറിയില്ല, ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ജോലിക്കാണ് പോകുന്നതെന്ന് അറിയില്ല. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്. ഈ തരത്തിലേക്കൊക്കെയാണോ ഇത്തരം സംഘങ്ങളിലുള്ളവർക്ക് പ്രവർത്തിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് ഇങ്ങനൊരു സംഘത്തിനൊപ്പം ചേർന്നത്? മാഡം, നമുക്ക് ഇച്ചിരി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ആദ്യം തൊട്ടേ. ഹലോ, പറയൂ. ആദ്യം തൊട്ടേ ഇച്ചിരി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളായിരുന്നു പണ്ടുള്ള ചെറിയ ചെറിയ കേസുകളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണിതൊക്കെ. അതായത് ആ രീതിയിലല്ലേ നമ്മൾ വളർന്നത്, ആ രീതിയിലാണ് ചെറുപ്പം തൊട്ടേ വളർന്നത്. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഞാൻ അങ്ങനെ ചിന്തിക്കണുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കുടുംബം പറയുന്നുണ്ട്, ഈ കുടുംബത്തിൻ്റെ വൈകാരികത, വിഷമങ്ങൾ, അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ, അതേപോലെ തന്നെ എനിക്കും എൻ്റെ നാട്ടിലുള്ള ആളുകൾക്കും ഈ പൊതുസമൂഹത്തിനൊക്കെ ഈ കേസ് ഇങ്ങനെ ഒരു വൈകാരികപരമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത്. അപ്പോൾ ഈ കേസിന് ഈ അമാന ഗ്രൂപ്പിന് വേണ്ടി അഞ്ച് ഈ കുടുംബങ്ങളുടെ അത്താണികളിൽ 5 ആളുകൾ ബലിയാടായിട്ടുണ്ട്. 5 കുടുംബങ്ങൾക്ക്. താങ്കളും 5 വർഷം ആണോ ഈ അമാന ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിച്ചത്? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ എന്താണ്, താങ്കൾ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചോ? ഇല്ല, എനിക്ക് ചെറിയ ബിസിനസ്സുകളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോവാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഇപ്പോഴില്ല? ഇല്ല, അങ്ങനത്തെ പ്രവൃത്തികളിലൊന്നും ഏർപ്പെടാറില്ല. താങ്കൾ എങ്ങനെയാണ് ഇത്ര ധൈര്യത്തോടെ ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ വന്ന് തുറന്ന് പറയാൻ താങ്കൾക്ക് അതിനൊരു പേടിയും തോന്നുന്നില്ലേ? മാഡം, എൻ്റെ സുഹൃത്തുക്കൾ മരണപ്പെട്ടു പോയി. ഇന്നേക്ക് 3 വർഷമായി. 2021 കഴിഞ്ഞിപ്പോൾ 2024 അവരുടെ കുടുംബങ്ങളിലെ വിഷമങ്ങളും കണ്ണീരുകളും ഈ പ്രേക്ഷകരും പൊതുസമൂഹമൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇത് തുറന്നു പറയാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ 5 പേര് മരണപ്പെട്ടു പോയി. ഈ അമാന ഗ്രൂപ്പ് ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല. കുടുംബങ്ങൾ പറയുന്നത് ഈ പ്രേക്ഷകർ മൊത്തം കേൾക്കുന്നുണ്ട്. അവരുടെ ഈ വിഷയത്തിൽ ഫസൽ, നമുക്ക് ഈ റഫീഖ് അമാനയെ താങ്കൾക്കറിയാമോ? ഈ അമാന ഗ്രൂപ്പിന്റെ ഉടമസ്ഥനാണോ അദ്ദേഹം? അറിയാം. ഈ മുബഷിർ വഴി അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അന്ന് മാതൃഭൂമിയോട് ടെലിഫോൺ സംഭാഷണത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് മാതൃഭൂമിയിലെ അവതാരിക ചോദിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അഡ്രസ്സ് പോലും അദ്ദേഹത്തോട് വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതിന്റെ കാരണം അദ്ദേഹത്തെ എന്നെ അറിയില്ല എന്ന് തള്ളി പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും ഇങ്ങനെയുള്ളൂ പറയുക, അല്ലാതെ സ്വന്തം ഐഡന്റിറ്റി ഞാൻ അവനെ അറിയാം ഇവനെ അറിയാമെന്നൊന്നും പറയില്ല. റഫീഖ് അമാന എന്ന് പറയുന്നത് അമാന ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹം ഈ നിലവിൽ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. ഇതെല്ലാം വാസ്തവ വിരുദ്ധമാണ്, എന്നാൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് റഫീഖ്. അദ്ദേഹം 2023 ഒരു 60 തവണ സ്വർണം കടത്തി എന്ന് പറയപ്പെട്ട ഒരു കേസിലെ പ്രതിയും കൂടിയാണ് അദ്ദേഹം. അതിൽ കസ്റ്റംസ് CISF ഉദ്യോഗസ്ഥർ വരെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ആരോപിക്കപ്പെട്ടുള്ള ഒരു കുറ്റം അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അദ്ദേഹത്തിന്റെ ഈ ഈ അമാന റഫീഖ് ഉൾപ്പെടെ അമാന ഇക്ബാൽ ചെയർമാൻ അമാന ഗ്രൂപ്പിന്റെ അവര് ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഒരു ചെറിയ സംഘത്തെ രൂപീകരിച്ചിരുന്നു.
ആ സംഘം എമിറേറ്റ്സിലേക്ക് മാറ്റി അവിടെ അമാന എംബേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങി. കൊടുവള്ളിയിലെ നമ്മുടെ മുനീർ MLA അദ്ദേഹം പോയിട്ടാണ് എമിറേറ്റ്സിൽ ആ സ്ഥാപനം ഓപ്പൺ ചെയ്തത്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ ആ കൊടുവള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ചായിരുന്നു. അവരടക്കം പറഞ്ഞത് ഇത് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഗൾഫിലേക്ക് ഇവിടുന്ന് യുവാക്കളെ കയറ്റി അവിടുന്ന് റിക്രൂട്ട് ചെയ്ത് സ്വർണ്ണം ഇറക്കുക. ഈ യുവാക്കളെ മൊത്തം ഈ അമാന ഗ്രൂപ്പ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കൊടുവള്ളി മേഖലയിലും അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട മക്കളെയൊക്കെ ഈ അമാന ഗ്രൂപ്പാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പോലീസും ഇവർക്ക് അമാന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അമാന ജ്വല്ലറി ഒക്കെ ഉള്ള ആ സംഘം തന്നെയാണല്ലോ ഇതല്ലേ? അതെ 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 തീർച്ചയായിട്ടും അതന്നെ. ശ്രീ ജോർജ് ജോസഫ് റിട്ടയർഡ് SP തുടരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ നമ്മൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പല കേസുകളും പരിശോധിച്ചാൽ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് നമുക്കൊക്കെ അറിയാം എത്ര വലിയ വിവാദമായി മാറി, രാഷ്ട്രീയ വിവാദമായി അത് മാറുന്നു. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ അത് ഏത് തരത്തിലേക്ക് പ്രതിപക്ഷം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതിപ്പോഴും CPIM നേതാക്കളൊക്കെ പറയുന്നതുമാണ്. അത്ര വലിയ ആരോപണങ്ങൾ വന്നിട്ട് പോലും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നൊക്കെയുള്ളത്. പക്ഷേ ആ കേസ് പരിശോധിച്ചാൽ അതിപ്പോഴെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്. അത് ഏജൻസികൾ മാറി മാറിയാണ് അതിൽ വന്ന് അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും പ്രതികൾ ഏറെയുണ്ട്. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ പിന്നീട് അത് മുന്നോട്ട് പോകാത്ത അവസ്ഥ. ഇപ്പം നമ്മൾ ഈ പറയുന്ന രാമനാട്ടുകര സ്വർണ്ണക്കടത്ത്, അതിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ഞങ്ങളോട് പ്രതിനിധി അത് വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് പോകാത്തതിന് കാരണം എന്തായിരിക്കാം? അതെ, ഇതിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അത് സാമ്പത്തിക ലാഭം തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം 50 കോടി ഇപ്പം വന്നല്ലോ. അത് തന്നെയല്ല, ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്നവരെ അവർക്ക് പല രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ട്. ഇപ്പോൾ PV അൻവർ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിനകത്ത് നിരുദ്ധാനം എന്ന് പറഞ്ഞ ഒരു പയ്യനെ അയാളെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചൊരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീടിനടുത്തൊരു മലയെ കൊണ്ടുവന്ന് തലക്കിട്ട് വെടിവെച്ച് കൊന്നു കളഞ്ഞു. അയാളുടെ കയ്യിലിരുന്ന 2 മൊബൈൽ ഫോണിൻ്റെ സ്വർണ്ണക്കടത്തിൻ്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ആ മൊബൈൽ ഫോൺ 2ഉം കണ്ടെത്തിയിട്ടില്ല. ഇനി മാമി എന്ന് പറഞ്ഞ ഒരാളെ കൊന്നിട്ടുണ്ട്. കൊന്നെന്ന് പറഞ്ഞില്ല, അത് മിസ്സിംഗ് ആണ്. 1.5 വർഷമായി പോകുന്നു. അതും എങ്ങും എത്തിയില്ല. അപ്പോൾ അത് കാണാതായി. അപ്പോൾ അത് അങ്ങനെയുള്ള കേസുകൾ കേരളത്തിൽ ധാരാളം ഉണ്ട്. അത് എന്തുകൊണ്ട് പോലീസ് അതിലേക്ക് നീങ്ങുന്നില്ല, അതിൻ്റെ കൃത്യമായ അതിൻ്റെ കുറ്റവാളികളെ പിടിക്കുന്നില്ല? അതൊക്കെ സാമ്പത്തികം തന്നെ പറയും. ഇതിലിപ്പോൾ SP-ക്കെതിരെ നമുക്കറിയാം, സുജിത് ദാസിനെതിരെയൊക്കെ PV അൻവർ വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ ശ്രീ ജോർജ് ജോസഫ്. അത് അദ്ദേഹം ഏത് തരത്തിലേക്ക് ധനം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഡാൻസ് ഓഫ് സംഘത്തിനൊക്കെ ഇതിൽ പങ്കുള്ളത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഇതെല്ലാം ഒരു ഇപ്പോൾ PV അൻവർ ആണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് കൊണ്ട് അത് അന്വേഷിക്കരുത് എന്നില്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നതിൽ വസ്തുതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിലൊരു തട്ടാനുണ്ട്. അദ്ദേഹം ധനികനായി മാറി. അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിലൊക്കെ കഴിഞ്ഞ ദിവസം PV അൻവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഒരു അപ്രൈസർ എന്ന് പറയുന്ന സ്ഥിരമായി ഒരേ ഒരാൾ മാത്രം വരുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയൊക്കെ ഒട്ടേറെ ചോദ്യങ്ങൾ, ഇതിൽ ഒട്ടേറെ ദുരൂഹതകളും ഉള്ളതല്ലേ? അതിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് ഇതിൽ എന്തുകൊണ്ടാണ് ഭരണകൂടമൊക്കെ ഈ തരത്തിലേക്ക് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയമൊക്കെ നമുക്ക് തോന്നുന്ന ഘട്ടം കൂടിയാണ് ശ്രീ ജോർജ് ജോസഫ്. അത് ഗവൺമെൻറ്റിന് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. കാരണം ഇങ്ങനെ എത്ര കേസുകളാണ് ഇപ്പം അങ്ങ് നിലനിൽക്കുന്നത്. അതൊക്കെ ഓരോ അന്വേഷണം മികവ് കാണിച്ച ആൾക്കാരെ ഏൽപ്പിച്ചാൽ അതൊരു 2 മാസം 3 മാസം കൊണ്ട് തീർക്കാനുള്ളതുള്ളൂ ഒരു കേസ്. അത് തീർക്കുക മാത്രമല്ല, കുറ്റച്ചാർജ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കോടതിയുടെ ട്രയൽ സമയത്ത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ പോയിരുന്ന് ഇവരെ കൺവിറ്റ് ചെയ്യിപ്പിച്ച് അകത്തോട്ട് വിട്ടുകിടക്കണം. ഇപ്പം ഇവിടെ എന്ത് കാണിച്ചാലും ശരി, ആരെ കൊന്നാലും പിടിച്ചോണ്ട് പോയാലും മിസ്സായാലും ശരി, ഒരു നടപടിയില്ല. ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതുപോലുള്ള ധാരാളം കേസ് ഇപ്പം നമുക്കറിയാവില്ല. സ്വർണ്ണക്കടത്ത് കേസുകളിലെ പല കേസും എങ്ങും എത്തിയില്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഏതായാലും ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം ശ്രീ ജോർജ് ജോസഫ്. അതായത് മുഖ്യമന്ത്രി പറയുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ പിടിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസിന് ഇപ്പോൾ ഇതിൽ കൂടുതൽ അധികാരങ്ങളുണ്ട് എന്നത് നമുക്കറിയാം. പക്ഷേ ഇതിൽ ചില ഉദ്യോഗസ്ഥരെങ്കിലും ഇതിൽ അനധികൃതമായ ഇടപെടൽ നടത്തുന്നുണ്ട്, അനഭിലഷണീയമായ പ്രവണതകൾ ഇവിടെയുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തരുന്നത്. അത് തീർച്ചയായും ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ കൂടി താങ്കളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ജോർജ് ജോസഫ്. അത് മികവുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു സാമ്പിളിനെങ്കിലും ഒന്നും വേണ്ട, ആ മലപ്പുറം SP-യുടെ ക്യാമ്പസിലുള്ള മരം വെട്ടിക്കൊണ്ടുപോയി അതൊരു 10 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി അത് കുറ്റച്ചാർജ് കൊടുക്കുക. ആ മരം എവിടെയാണ് കൊണ്ടുപോയെന്നുള്ളത്
അപ്പോൾ അത് സർക്കാരിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അത് എത്ര നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര കാര്യങ്ങളാണ്. അത് തന്നെയല്ല, അവിടെ താമീർ വധക്കേസിലെ ഒരാളെ പോലീസ് കസ്റ്റഡി കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിനകത്ത് ആരൊക്കെയാണോ ഇൻവോൾവ് ചെയ്ത് 4 പോലീസുകാരെ മാത്രം അകത്തോട്ട് വിട്ടിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അങ്ങ് അന്വേഷിച്ച് അത് കംപ്ലീറ്റ് ചെയ്യണം. അതൊക്കെ ഇപ്പം അദ്ദേഹം പറഞ്ഞ് നമ്മുടെ ഈ നേരത്തെ ശിവശങ്കറിൻ്റെ കാലഘട്ടത്തിൽ വന്ന സ്വർണം ഏത് വഴി വന്നു എന്നറിയാം. അതിനൊക്കെ ഒരു പരിഹാരമില്ല. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ പോലീസ് എടുത്ത കേസെങ്കിലും കൃത്യമായിട്ട് NIA അല്ലെങ്കിൽ ED അവരുടെ വഴിക്ക് പോട്ടെ. കേരള പോലീസ് എടുത്ത കേസുകൾ അതൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യണമെന്നാണ് ആഭ്യന്തര വകുപ്പ്. ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. DGP അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിലെ ഉദ്യോഗസ്ഥരുമായുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ നെക്സസ് എന്നുള്ളത് അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അതിൽ തർക്കമില്ല. ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്, അവർക്ക് എത്രയാണ് കമ്മീഷൻ കൊടുക്കുന്നത്, ഇത്തരം വെളിപ്പെടുത്തലുകളൊക്കെ ഈ സംഘങ്ങൾ തന്നെ നമ്മളോട് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അത്തരം ഒരു വെളിപ്പെടുത്തൽ ഇന്ന് നമുക്ക് വരികയും ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് അവരുടെ ഒത്താശയോടെ സ്വർണ്ണക്കടത്ത് വിമാനത്താവളങ്ങളിലൂടെ നടത്തുന്നത് എന്നത്. അപ്പോൾ ഇത് നിർബാധം തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തിലെടുക്കേണ്ട വിഷയം. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് നമുക്കൊപ്പം തത്സമയം അതിഥിയായി പങ്കെടുത്തതിന്. റിദാൻ ബാസിൽ വധക്കേസിൽ സംശയമുണർത്തി പോലീസിന്റെ നീക്കം. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അന്വേഷണത്തിൽ പുതിയ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും വിചാരണ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എടവണ്ണ പോലീസ് കോടതിയെ സമീപിച്ചത്. റിദാൻ കൊലപാതകത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നതോടെയാണ് പോലീസിന്റെ ഈ ഇടപെടൽ. കൊരട്ടിയിലുള്ള സ്വർണ്ണക്കടത്ത് സംഘാംഗം പറഞ്ഞ എല്ലാ വിവരങ്ങളും റിദാന്റെ ഫോണിൽ ഉണ്ടായിരുന്നുവെന്ന് ബന്ധു 24-നോട് വെളിപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-ന് പെരുന്നാൾ ദിവസം രാവിലെ 8 മണിക്കാണ് റിദാൻ ബാസിലിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലിക്കുന്നുമലയിൽ ഞാനിതാ ഈ നിൽക്കുന്ന പ്രദേശത്തായിരുന്നു അന്ന് മൃതദേഹം കണ്ടെത്തിയത്. ദിവസങ്ങൾക്കകം സുഹൃത്ത് ഷാനിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംശയവും വ്യക്തിവിരോധവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രം. എന്നാൽ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് മാഫിയയിലേക്കാണ് സംശയമുന നീളുന്നത്. പ്രധാന പ്രതി ഷാനിന്റെ ജോലി കളഞ്ഞതിൽ റിദാൻ ബാസിലിന് പങ്കുണ്ടെന്നും ഇത് കൊലപാതകത്തിൽ കലാശിച്ചു എന്നുമുള്ള പോലീസ് കുറ്റപത്രത്തിന് സംശയത്തിന്റെ മങ്ങലേൽക്കുന്നത് PV അൻവറിന്റെ ആരോപണത്തോടെയാണ്. ആ ഒരു മോട്ടീവിലാണ് ഇവനെ കൊല്ലിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. പോലീസ് അരിച്ചു പറിക്കുക, 2-3 ദിവസമായിട്ട് പോലീസ് അരിച്ചു പറിക്കുക. പോലീസിന്റെ അറ്റൻഷനുള്ള വീടാണ്. ആ വീടിൻ്റെ അകത്തേക്ക് കയറുന്നു, റൂമിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കട്ടിലിൻ്റെ ചുവട്ടിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കാണുന്നു. ഒരു പോലീസുകാരൻ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയെന്നാൽ അതാ കിടക്കുന്നത് തോക്ക്. അങ്ങനെ തോക്ക് റിക്കവറി. ഈ ഫാസിലിൻ്റെ മരിച്ചവൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഒരു ഫോണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷനിലെ ഫോണെന്ന് അറിയാൻ കഴിഞ്ഞു. ഒന്നാമത് സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ. ഈ 2 ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസ് റിക്കവറി ഇല്ല. അത് ചാലിയാർ പുഴയിൽ എറിഞ്ഞു എന്ന് നീ പറയണം. അവനവിടെ കൊണ്ടുവരുന്നു, പാലത്തിൽ നിർത്തുന്നു, സിനിമയിലെ കാണുന്ന പോലെ ഇങ്ങോട്ടാണ് എറിഞ്ഞതെന്ന് പറയുന്നു. ഭയങ്കര സ്കൂബ ടീം വരുന്നു, 3-4 ദിവസം മുങ്ങുന്നു, പൊങ്ങുന്നു, ഒരു സംഭവമില്ല. എവിഡൻസ് പോയി. SP സുജിത് ദാസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തായിരുന്നു അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ചത്. ഷാനിന്റെ സഹോദരൻ നിസാം സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളയാളാണ്. നിസാം കൊരട്ടിയിൽ വെച്ചുള്ള സ്വർണ്ണക്കടത്തിന്റെ ഇടപാടിലുണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് സംഘാംഗവുമായുള്ള സംസാരം റിദാന്റെ ഫോണിലുണ്ട്. ഈ വിവരങ്ങളാണോ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ള സംശയമാണ് വീട്ടുകാർക്ക്. കൂടാതെ അന്വേഷണത്തിൽ ഡാൻസാഫിലെ പോലീസുകാരും എങ്ങനെ എത്തിയെന്ന് വീട്ടുകാർ ചോദിക്കുന്നു. ആരെല്ലാം പിന്നിലുണ്ട് എന്നറിയണമെങ്കിൽ CBI വരണം. ബന്ധു മുജീബ് റഹ്മാൻ 24-നോട് വെളിപ്പെടുത്തി. ഷാന്റെ ജ്യേഷ്ഠൻ നിസാം എന്ന് പറയുന്ന ആൾക്ക് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട്. അയാളുടെ സ്വർണം കൊരട്ടി സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് ഇവരെ പിടിച്ചിരുന്നു. അവരെ കൂടെ സത്യം പറയിപ്പിച്ചതും ആരെ കയ്യിലുണ്ട്? എൻ്റെ മോൻ്റെ ഈ ഐഫോണിലുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിഷയങ്ങളും എതിലുണ്ട്? ഈ ഐഫോണിലുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഉന്നതന്മാർ കുടുങ്ങാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ SP അവിടെ ഇരുന്ന് അന്വേഷിപ്പിക്കുക. അതിൻ്റെ കൂടെ ഈ ഡാൻസ് ആപ്പിൻ്റെ ആളുകൾ ഒരു കളി ഇതിലുണ്ട് എന്നില്ലേ ഞങ്ങൾക്ക് 100% ഇതുണ്ട്. കൊലപാതകത്തിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ഭയപ്പെടുന്നത് ആരാണ്? സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന റിദാന്റെ ഫോൺ എവിടെ? ആരെയൊക്കെയോ പ്രതികളാക്കാൻ പോലീസിന് ഇത്ര ധൃതി എന്തിനായിരുന്നു? ഇങ്ങനെ ഒട്ടനേകം ചോദ്യങ്ങളുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്ന ആരോപണം ദുരൂഹത കൂട്ടുകയാണ്, ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അർഷാഖിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം.
സ്വർണ്ണക്കടത്തിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടോ? ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഗുണ്ടാ തലവൻ ഔറംഗസീബ് രംഗത്തെത്തി. പല സ്വർണ്ണക്കടത്തുകളും കസ്റ്റംസ് പിടിക്കുന്നത് പേരിന് മാത്രമാണ്. നേരിയ അളവിൽ സ്വർണം പിടിച്ചെടുക്കും. ബാക്കി സ്വർണം പുറത്തേക്ക് കടത്താൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സഹായിക്കും. ഉദ്യോഗസ്ഥർക്ക് 40% കമ്മീഷൻ നൽകും. സ്വർണം കൂടുതലെത്തുന്നത് കൊടുവള്ളി, കാസർഗോഡ് സംഘങ്ങൾക്ക് വേണ്ടിയാണെന്നും ഗുണ്ടാ തലവൻ വെളിപ്പെടുത്തി. സംസ്ഥാനത്തെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കൽ ഇപ്പോഴും വ്യാപകമായി തുടരുകയാണ്. അതിന് നിരവധി സംഘങ്ങളുണ്ട്. ഈ സംഘങ്ങൾ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്, ഇവരുടെ ലക്ഷ്യസ്ഥാനം എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളും മറഞ്ഞുകിടപ്പുണ്ട്. അങ്ങനെ പൊട്ടിക്കുന്ന സംഘങ്ങളുമായി ബന്ധമുള്ള പലരും കേരളത്തിലുണ്ട്. അതിലൊരാളാണ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഔറംഗസീബ്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ഇതിന് പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് താങ്കൾക്ക് അറിയാമായിരിക്കും. എങ്ങനെയാണ് ഇത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? ശരിക്കും അനസ് പെരുമ്പാവൂർ ആളുടെ കെയർ ഓഫിലാണ് ഞാൻ നിരുന്നത്. അവൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നത്. അവനുണ്ടായിരുന്ന സമയത്ത് ഗോൾഡ് പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളൊരു പാസഞ്ചർ ഓൾറെഡി ഇവിടുന്ന് വിടും. ദുബായിക്ക് വിട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അതിൻ്റെ ഏജൻറ്റുമാരുണ്ട്. അവർ വഴി ഗോൾഡിൻ്റെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് ഗോൾഡ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഗോൾഡിൻ്റെ അവിടുത്തെ ഓണർമാർക്ക് അറിയില്ല ഈ ആൾ നമ്മുടെ ആളാണെന്നുള്ള കാര്യം, വിടുന്ന ആൾ. എന്നിട്ട് അത് ഓൾറെഡി എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ നെടുമ്പാശ്ശേരി ആണെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ഇവർ കൂടുതൽ നേരെ പോയതിന് ശേഷം ഈ പാസഞ്ചറെ നമ്മളെ വണ്ടിയിൽ കയറ്റി നേരെ കൊണ്ടുവരികയാണ് ചെയ്യണത്. ഈ പാസഞ്ചറിനെ അദ്ദേഹത്തെ സഹായിക്കാൻ പറഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാം എന്നുള്ളൊരു പേര് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതെ അതെ, കൂട്ടിക്കൊണ്ടു വന്നിട്ട് നമ്മൾ ഓൾറെഡി ഇവരെയും കൊണ്ട് സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ റോട്ടിൽ ആക്കിയിട്ട് നമ്മുടെ വഴിക്ക് സാധനം മേടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറേ നാളിന് ശേഷം നമ്മൾ അവിടെ ദുബായിലെ എയർപോർട്ടിൽ തന്നെ ഈ സാധനം കൊടുത്തതിന് ശേഷം അവിടെ തന്നെ ആൾ കയറിയിട്ട് എയർപോർട്ടിൽ ഗോൾഡ് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ആളെ വിട്ടിട്ട് ദുബായിൽ തന്നെ സാധനം സെറ്റ് ചെയ്ത് മേടിക്കാറുണ്ടായിരുന്നു. അവിടെ തന്നെ ദുബായിൽ തന്നെ സെറ്റ് ചെയ്യാറുണ്ട്. അതായത് അവിടുത്തെ ഈ എയർപോർട്ടിലെ പരിശോധനകളിൽ പിടിക്കപ്പെടാതെ പുറത്തേക്ക് വരാറുണ്ട്? ഇല്ല, ഒരു 2 കിലോയുടെ 3 കിലോയൊക്കെ ആണെങ്കിൽ എയർപോർട്ടിൽ തന്നെ സെറ്റിംഗ് ഉണ്ട്. അത് കസ്റ്റംസായിട്ട് സെറ്റിംഗ് ചെയ്തിട്ടാണ് സാധനം കൊണ്ടുവരുന്നത്. അത് സാറന്മാർ, നമുക്ക് വേണ്ടപ്പെട്ട സാറന്മാരുണ്ട്. ആ സാറന്മാരായിട്ട് അവിടെ സെറ്റ് ചെയ്യും. അതിൻ്റെ സാറന്മാരുള്ള ടൈമിലാണ് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അങ്ങനെയുള്ളൊരു ഒരു ടീം അതിൻ്റെ ഉള്ളിലുണ്ടല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. അതൊന്നും ഇപ്പോൾ ആദ്യം തുടങ്ങിയതല്ല, പണ്ടേ മുതൽ അങ്ങനെയുണ്ട്. അവിടെ എയർപോർട്ട് സെറ്റിങ്ങിലാണ് കാര്യങ്ങൾ വരുന്നത്. പിടിക്കപ്പെടുന്ന സംഭവങ്ങൾ എങ്ങനെയാണ്? പിടിക്കപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു വഴി കൂടി ഉണ്ട് ഇതിൽ. വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 കിലോ സാധനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിൽ എയർപോർട്ടിൽ നമ്മൾ സാറന്മാരായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു 4 പീസൊക്കെ ആയിരിക്കും വരുന്നത്. അത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്കി എന്ന് പറയും. ഡിക്കി എന്ന് പറഞ്ഞാൽ ബാക്കിൽ കയറ്റിയാണ് സാധനം ഡിക്കി വഴിയാണ് കൊണ്ടുവരുന്നത്. 4 1 പീസ് എയർപോർട്ടിൽ സാറന്മാരെ പിടിപ്പിച്ചതിന് ശേഷം 3 നമ്മളിൽ നിന്ന് മൊത്തത്തിൽ പിടിച്ചെന്നുള്ള പേര് പറഞ്ഞതിന് ശേഷം അത് സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ മാനം ലഭിച്ച നിരവധി വിവാദങ്ങൾ കണ്ണൂരിലുണ്ടായിട്ടുണ്ട്. അർജുനായങ്കി മുതൽ നേതാക്കളിലേക്ക് വരെ ആരോപണങ്ങളുടെ മുന്ന നീണ്ടു. കണ്ണൂരിലെ CPIM രാഷ്ട്രീയത്തെ വിവാദങ്ങൾ ഏറെക്കാലം ആരോപണ നിഴലിലാക്കി. സ്വർണ്ണക്കടത്തും രാഷ്ട്രീയവും തമ്മിൽ എന്ത് എന്നാണ് ഇനി പരിശോധിക്കുന്നത്. കാണാം. സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ ക്രിമിനൽ സംഘങ്ങൾ പലവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി രാഷ്ട്രീയത്തിന്റെ പല കൈവഴികളിൽ നുഴഞ്ഞു കയറിയതിന്റെ ക്ലാസിക് ഉദാഹരണങ്ങൾ കണ്ണൂരിലുണ്ട്. CPIM രാഷ്ട്രീയമാണ് ഈ സംഭവങ്ങളിൽ ഏറ്റവും ഉലഞ്ഞത്. അതിന്റെ അലയൊലികൾ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ജയിലിനകത്തു നിന്ന് TP കേസ് പ്രതികൾ സ്വർണ്ണക്കടത്ത് നിയന്ത്രിച്ചെന്ന ആരോപണം. കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ ആരോപണ വിധേയനായ മുൻ DYFI ഭാരവാഹി അർജുനായങ്കി പൊട്ടിക്കൽ ക്രിമിനൽ സംഘത്തിന് ഒരു വിഭാഗം നേതൃത്വത്തിന്റെ തണലെന്ന പാർട്ടി വിട്ട നേതാവ് മനു തോമസിന്റെ ആരോപണം. സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങളുടെ രാഷ്ട്രീയ ബാന്ധവത്തെക്കുറിച്ച് ഒരു പിടി ആരോപണങ്ങളാണ് രാമനാട്ടുകര കേസ് മുതൽ കണ്ണൂരിലെ CPIM നേരിട്ടത്. യുവജന നേതാവ് മുതൽ ഉന്നത നേതാവ് വരെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധം പുലർത്തിയെന്ന് തുറന്നു പറഞ്ഞാണ് DYFI മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് പാർട്ടി വിട്ടത്. ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചല്ല ഈ വിഷയമുള്ളത്. ഇതൊരു പൊതു നിലപാടിൻ്റെ വിഷയം പാർട്ടിക്കകത്ത് എടുക്കേണ്ടതാണ്. പാർട്ടി ആ കാര്യത്തിനകത്ത് നിലപാട് എടുത്തിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പാർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ഇതിനെ വിഴുങ്ങാൻ മാത്രം അവർ വളർന്നിരുന്നു. ഈ ആദ്യത്തെ ഒരു വലിയ ഘട്ടം, ഈ പാർട്ടി ആകെ ഗ്രസിച്ചു നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത് പറഞ്ഞ് നമ്മളൊക്കെ ബലിയാടുകളാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ കണ്ണൂർ എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷിനെ സമീപകാലത്ത് CPIM-ന് പുറത്താക്കേണ്ടി വന്നു. 2021 ജൂൺ 21 രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ കേസ് മുതലാണ് കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് ദുരൂഹ വഴി മറനീക്കി തുടങ്ങിയത്. വിസിറ്റ് വിസയിൽ ചെറിയ ഓഫറുകൾ സ്വീകരിച്ചെത്തുന്ന ക്യാരിയർമാർ മുതൽ പല ലെയറുകളിലായി നീണ്ടുകിടക്കുന്ന കണ്ണികൾ.
65 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കവേ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ കൊൽക്കത്ത സ്വദേശിനി സുരഭി ഖാത്തൂൺ മാസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പിടിയിലായത്. വിമാനക്കമ്പനിയിലെ ജീവനക്കാരൻ സുഹൈൽ കണ്ണൂർ ബന്ധമുള്ള സംഘത്തിനായി സുരഭിയെ റിക്രൂട്ട് ചെയ്തുവെന്നാണ് DRI കണ്ടെത്തൽ. കൊട്ടേഷൻ മുതൽ രാഷ്ട്രീയം വരെ സാധ്യമായ എല്ലാ വഴികളിലും സ്വാധീനമുറപ്പിക്കുന്ന നെറ്റ്വർക്ക്. അധോലോകത്തെ അതിഥികളായ അഭിനവ വിപ്ലവകാരികൾ ആരെല്ലാമെന്ന് വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് കടത്തുകേസ് പ്രതികൾ പാർട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയം. TP വധക്കേസ് പ്രതികൾ മുതൽ ആയങ്കിമാർ വരെ ആരോപണ വിധേയരുടെ ദുരൂഹ സംഘങ്ങൾ അനവധി. മുകൾ തട്ടിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ എന്നതാണ് പ്രധാനം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. വിവിധ വിമാനത്താവളങ്ങളിലൂടെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ നിർബാധം അവരുടെ പ്രവർത്തനം തുടരുന്നത് എങ്ങനെയാണ് എന്നതിന്റെ റിപ്പോർട്ടുകളാണ് നമ്മൾ കണ്ടത്. ഇനി നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ച് കള്ളക്കടത്തിന്റെ രീതികൾ എങ്ങനെയാണ്, രജിസ്റ്റർ ചെയ്ത കേസുകൾ എത്രയാണ്, ഇത് വിശദീകരിക്കുകയാണ് YS അഭിനന്ദ് എക്സ്പ്ലെയിനറിലൂടെ. കാണാം. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളം. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ രജിസ്റ്റർ ചെയ്ത കേസുകൾ അനവധിയാണ്. 2022 മുതൽ 2024 വരെയുള്ള കാലയളവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രജിസ്റ്റർ ചെയ്ത സ്വർണ്ണക്കടത്തു കേസുകളുടെ എണ്ണം 1211. ചെറുതും വലുതുമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയിടത്ത് പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നോക്കാം. ദുബായ്, ദോഹ, അബുദാബി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുമ്പോൾ കൂട്ടത്തിലെത്തുന്നത് വലിയ അളവിലുള്ള സ്വർണ്ണമാണ്. പാൻസിലൂടെയും ഷോർട്സിലൂടെയും വസ്ത്രങ്ങളിലൂടെയുമാണ് ആദ്യകാലങ്ങളിലൊക്കെ സ്വർണം കടത്താനുള്ള പദ്ധതികളായി അവർ അവലംബിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് മാറ്റങ്ങളുണ്ടാക്കി. കാലത്തിനനുസരിച്ചുള്ള മാറ്റം. മാങ്ങ ജ്യൂസ് വഴി ദ്രാവക രൂപത്തിലാക്കി സ്വർണം കടത്തുക, ഗ്രീൻ ചാനൽ വഴി സ്വർണം എത്തിക്കുക, മലദ്വാരത്തിൽ ഒളിപ്പിച്ചുള്ള സ്വർണ്ണക്കടത്തൽ, ആർത്തവമാണെന്ന് അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച് യുവതികളുടെ നേതൃത്വത്തിലുള്ള സ്വർണ്ണക്കടത്ത്, സ്ക്രൂ ഡ്രൈവറിൽ ഒളിപ്പിക്കുക, ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഗ്രീൻ ചാനൽ വഴി 1 കിലോഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ച മലപ്പുറം കാടാമ്പുഴ സ്വദേശി മുനീർ 12 മണിക്കൂർ ഇടവിട്ട് 2 കേസുകളിലായി 1634 ഗ്രാം സ്വർണം കടത്തിയ പാലക്കാട് സ്വദേശികളായ റഫീഖും മുഹമ്മദും. സ്വർണം തോർത്ത് രൂപത്തിലാക്കി കടന്നുകളയാൻ ശ്രമിച്ച തൃശൂർ സ്വദേശി ഫഗദ്. സ്ക്രൂ ഡ്രൈവറാണെന്നും പൂക്കളാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് 1816 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ച ബംഗളൂരു സ്വദേശി മുബീന. രാജ്യത്ത് ആദ്യമായി തന്നെ അതിനൂതനമായ ഒരു വിദ്യയിലൂടെ സ്വർണം കടത്താൻ ശ്രമിച്ചതും ഈ വിമാനത്താവളത്തിലായിരുന്നു. സ്വർണത്തെ ദ്രാവക രൂപത്തിലാക്കി മാങ്ങാ ജ്യൂസിനകത്ത് സ്വർണം കടത്താൻ ശ്രമിച്ചു. എന്തായാലും കസ്റ്റംസിൻ്റെ സംയോജിതമായ ഇടപെടലിലൂടെ പ്രതി പിടിയിലായി. അങ്ങനെ പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസുകളുടെ ഉത്ഭവസ്ഥാനമാണ് കൊച്ചിൻ രാജ്യാന്തര വിമാനത്താവളം. കേരളം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരം സ്വർണ്ണക്കടത്തിനെയും സ്വർണ്ണക്കടത്ത് സംഘങ്ങളെയും ഇനിയെങ്കിലും തടയിട്ടേ മതിയാകൂ. അതിവിദഗ്ധരായ കടത്തുകാരെ വലയിലാക്കാൻ അതിവിദഗ്ധമായ സംവിധാനങ്ങൾ നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഉണ്ടാകണം. കൊച്ചിയിൽ നിന്നും വിഷ്ണു കച്ചേരിക്കൊപ്പം YS അഭിനന്ദ്, 24. മലപ്പുറം മുൻ SP സുജിത് ദാസിന്റെയും സ്വർണ്ണമൊരുക്കുന്ന കൊണ്ടോട്ടിയിലെ ഉണ്ണിയുടെയും സാമ്പത്തിക വളർച്ച പരിശോധിക്കണമെന്ന് കോഴിക്കോട് സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ KM ബഷീർ. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ബഷീർ പറഞ്ഞു. രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തിയത് പോലീസിലെ ഉന്നതരാണെന്നും കരിപ്പൂർ SHO ആയിരുന്ന ഷിബുവിനെ തിരികെ നിയമിക്കാൻ ഇടപെട്ടത് സുജിത് ദാസ് ആണെന്നും ബഷീർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിലേക്ക്: 1000 രൂപ പോലും ദിവസക്കൂലി കിട്ടാത്ത ഉണ്ണി ഇന്ന് കോടീശ്വരനായത് എങ്ങനെ? അദ്ദേഹത്തിന് വലിയൊരു കൊട്ടാര സമമായ വീടുണ്ട്. അത് നമ്മൾ തന്നെയാണ് ആദ്യം പുറത്തു വിട്ടത്. കരിപ്പൂർ പോലീസിൻ്റെ SHO മാത്രമായിരുന്ന ഷിബു അവിടെ നിന്ന് പ്രമോഷനായി മാറിപ്പോയി മറ്റൊരു ജില്ലയിലേക്ക്. അവിടെ നിന്ന് അതേ ഷിബുവിനെ കുണ്ടോട്ടിയിൽ, അതായത് കരിപ്പൂരിൻ്റെ നിയന്ത്രണമുള്ള കുണ്ടോട്ടി DYSP ആക്കി കൊണ്ടുവന്നത് ആരാണ്? അതിൽ സുജിത് ദാസിൻ്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നത് കസ്റ്റംസിന് നൽകാതെ നേരെ കുണ്ടോട്ടിയിൽ ഉണ്ണിയെ കൊണ്ട് ഉരുക്കിച്ച് കോടതിക്ക് കൈമാറുന്ന രീതി തന്നെയാണ് വലിയ തട്ടിപ്പ്.
അവിടെ ആരാണ് സാക്ഷി? ഈ 4 പോലീസുകാർ ഉണ്ണിയല്ലാതെ. അതിനിടയ്ക്ക് നടക്കുന്ന കൈമാറ്റങ്ങൾ എത്ര എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? വിവിധ വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവർക്ക് ഉദ്യോഗസ്ഥരുടെ സഹായമുണ്ടോ? ഒരു നെക്സസ് ഉണ്ടോ? ഒപ്പം തന്നെ വിവിധ സംഘാംഗങ്ങളായി പ്രവർത്തിച്ചിട്ടുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ലൈവാത്തോണിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സ്വർണ്ണക്കടത്തിന്റെ പിന്നാമ്പുറ കഥകൾ തേടിയുള്ള യാത്രയായിരുന്നു. ഇത്തരം അന്വേഷണം വരും ദിവസങ്ങളിലും നമ്മൾ തുടരും.